കർത്താവെ. ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നാഥ, സ്തുതിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവെ, ഈ വെള്ളിയാഴ്ച വൈകിയ സമയത്ത് സൂം പ്ലാറ്റ്ഫോം വഴിയായി ഞങ്ങൾക്ക് തിരുമുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കുന്ന ഈ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇതൊരു ചടങ്ങായി മാറാതെ ഞങ്ങൾ കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ അല്പസമയം അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണം. ഞങ്ങളുടെ പാട്ടുകൾ, ഞങ്ങളുടെ ആരാധനകൾ അവിടുത്തേക്ക് സുഗ്രാഹ്യമായ യാഗമായിരിക്കുവാൻ കർത്താവെ നീ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാനായി ആഗ്രഹിക്കുന്നവർ ലൈനിൽ കർത്താവെ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിച്ചാട്ട്. പ്രാർത്ഥനകളും അഭയാചനകളും കേട്ടിരിക്കിയാൽ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ടുത്തരവരുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് ഈ ഒരു വെള്ളിയാഴ്ച ദിവസവും വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ തന്ന വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് അല്പസമയം ചില പാട്ടുകളെ പാടി നമ്മളുടെ കർത്താവിനെ നമ്മൾക്ക് വാഴ്ത്തി സ്തുതിക്കാം. ആരാധനയ്ക്കുള്ള സമയം ഉപേക്ഷയായി വിചാരിക്കാതെ കടന്നു വന്ന എല്ലാവർക്കും നന്ദി. ആരാധനയിൽ നമ്മളെ ലീഡ് ചെയ്യുവാൻ പാസ്റ്റർ ബിനു ചാരുത നമ്മളോട് കൂടെയുണ്ട്. അദ്ദേഹം നമ്മൾക്ക് സുപരിചിതനാണ്. തൻ്റെ കുടുംബത്തെയും ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അറിയാവുന്ന പാട്ടുകൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് അദ്ദേഹത്തോട് ചേർന്ന് പാടി നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പാസ്റ്റർ ബിനു ചാരുത. പ്രൈസ് ലോർഡ്. താങ്ക് യു താങ്കളെ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രിയ തോമസ് അങ്കിള്, അതുപോലെ തന്നെ ലിൻഡ ആൻറ്റിയൊക്കെ കർത്താവിൽ നന്ദി പറയുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിൽ നന്ദി പറയുന്നു. ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിൽ നന്ദി കരയറ്റുന്നു. വീഡിയോ ഓണാക്കാൻ കഴിയുന്നവർ, നിങ്ങൾക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഓണാക്കി സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് ചില ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനങ്ങളാണ് ഇന്ന് പാടുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യ ഗാനം പാടുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്ന ഈ ഗാനത്തിൻ്റെ ഒരു പ്രത്യേകത, കർത്താവിൻ്റെ ജനനവും ജീവിതവും മരണവും ഒക്കെ ഒരുപോലെ നന്നായി എഴുതി ചേർത്തിക്കുന്ന മനോഹരമായൊരു ഗാനം. വാഴ്ത്തിടുന്നു 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 ഞാൻ, എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനെ ഹീനവേഷം എടുത്ത് നിന്നെ വാഴ്ത്തിടുന്നു. കർത്താവിൻ്റെ ജീവിതമൊക്കെ ആയിട്ട് കർത്താവിൻ്റെ ക്രൂശീകരണവും അവൻ്റെ പുനരുത്ഥാനവും ഒക്കെ വരച്ചു കാട്ടുന്ന മനോഹരമായൊരു ഗാനം പാടുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ ഗാനം അറിയാവുന്നവരൊക്കെ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു തുടങ്ങുന്ന മനോഹരമായ ഗാനം. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ഓ ജീസസ്. പ്രൈസ് ടു ജീസസ്. വാഴ്ത്തിടുന്നു 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 ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ, എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ, ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. പാതകർക്കായി നീതി വഴി ഓതി തന്നോനെ, പാരിടത്തിൽ നിന്നെ ഓർത്ത് വാഴ്ത്തിടുന്നു ഞാൻ. ഓ ജീസസ്. ഹല്ലേലൂയ. പാതകർക്കായി നീതി വഴി ഓതി തന്നോനെ,
പാതകർക്കായി നീതി വഴി ഓതിത്തന്നോനേ, പാരിടത്തിൽ നിന്നെയോർത്തു വാഴ്ത്തിടുന്നു ഞാൻ, പാരിടത്തിൽ നിന്നെയോർത്തു വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. കുരിശെടുത്ത് മലമുകളിൽ നടന്നു പോയോനെ, തൃപ്പാദം രണ്ടും ചുംബിച്ചപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. എത്ര മനോഹരമായി വരികയാണ്. ജീസസ് നമുക്ക് വേണ്ടിയാണ് കർത്താവ് ക്രൂശിതനായി തീർന്നത്, നമ്മുടെ പാപം പോകാനാണ്. കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, കുരിശെടുത്ത് മലമുകളിൽ നടന്നു പോയോനേ, തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ, തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. കുരിശിലേറി മരിച്ചുയർത്ത് സ്വർഗ്ഗേ പോയോനെ, നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ. ഓ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. കുരിശിലേറി മരിച്ചുയർത്തു സ്വർഗ്ഗേ പോയോനേ, കുരിശിലേറി മരിച്ചുയർത്തു സ്വർഗ്ഗേ പോയോനേ, നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ, നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. ദൂതരുമായി മേഘവാഹിനി വരുന്നോനെ, വേഗം നിന്നെ കാണുന്നതിനായി വാഴ്ത്തിടുന്നു ഞാൻ. ആ വളരെ പ്രത്യാശ നിർഭരമായി വരിക. നാം കർത്താവിൻ്റെ വരവ് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മെ പോലെ ഹതഭാഗ്യം മറ്റാരും. ചേർന്ന് പാടാം. ദൂതരുമായി മേഘവാഹനേ വരുന്നോനേ, ദൂതരുമായി മേഘവാഹനേ വരുന്നവനേ, വേഗം നിന്നെ കാൺമതിനായി കാത്തിടുന്നു ഞാൻ, വേഗം നിന്നെ കാൺമതിനായി കാത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായ വരികളാണ്. ദൂതരുമായി മേഘവാഹനേ വരുന്നോനെ, വേഗം നിന്നെ കാണുന്നതിനായി ഞാൻ കാത്തിടുന്നു. എത്ര പേർക്ക് ആ പ്രത്യാശയുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. കാര്യങ്ങളെ ഓർത്ത് നമുക്കൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. കർത്താവ് വേഗത്തിൽ മേഘത്തിൽ വരുന്ന ആ കർത്താവിനെ എതിരേൽപ്പാൻ നാം ഒരുങ്ങിയിരിക്കണമെന്നുള്ളൊരു ആഹ്വാനം ഞാൻ ഇന്ന് ഈ സമയത്ത് എല്ലാവരോടുമായി സംസാരിക്കുകയാണ്. നമുക്കൊരുമിച്ച് മറ്റൊരു ഗാനം, ആ ഗാനം എന്നെ ഏറെ ചിന്തിപ്പിക്കുന്ന ഗാനമാണ്. അതിൻ്റെ വരികൾ മാത്രം മതി, അത് പാടേണ്ട ആവശ്യമില്ല, ശരിക്കും അത് പറഞ്ഞാൽ മാത്രം മതി. അത്രയ്ക്ക് മനോഹരമായ വരികൾ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുവില്ലെന്നരുളിയ കരുണാനിധി, എൻ കരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെന്നുരച്ചവനൊരു നാളും മറക്കുകയില്ല. നമ്മുടെയൊക്കെ നല്ല കാലത്ത് ഒത്തിരി പേരൊക്കെ നല്ല വാഗ്ദാനങ്ങളൊക്കെ നൽകും. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും, നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിക്കും. പക്ഷേ
ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ ഈ പറഞ്ഞവരൊക്കെ മാറിപ്പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും മാറാത്ത, നമ്മെ ചേർത്ത് നിർത്തുന്ന നമ്മുടെ നല്ല ദൈവം. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വരി എന്ന് പറയുന്നത്, നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്ത്. അടുത്ത വരി ഇപ്രകാരമാണ്, നിത്യ വീട്ടിലെത്താനിനി അല്പം ദൂരം മാത്രമേയുള്ള ആ സമയം പാഴാക്കാതെ നീ ഉണർന്നു കൊടുക്കുക. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായ ദൈവങ്ങളെ. അതേത് സമയമെന്ന് എനിക്കറിയില്ല. ലക്ഷണങ്ങളൊക്കെ അതിന് ഒത്തു നിൽക്കുന്നതാണ്. വചനം പറയുന്നത്, ഇതാ അവൻ ഏറ്റവും വേഗത്തിൽ വരുന്നു. അതുകൊണ്ട് പാട്ടുകാരൻ പറയുന്നു, നാളിതുവരെ നീ ഓടി അധ്വാനിച്ചത് വ്യർത്ഥമായി പോകുവാൻ. നമ്മളൊക്കെ നാടൻ ഭാഷ പറയുന്ന പോലെ അവസാനം വരെ വെള്ളം കോരിയിട്ട് കലമുട്ടുടച്ചതുപോലെ ആകരുത്. നിത്യ വീട്ടിലെത്താനിനി അല്പം ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നാം ആ സമയം പാഴാക്കാതെ ഉണർന്നു കൊള്ളുക എന്ന മനോഹരമായ ഗാനം പ്രാർത്ഥനയോടുകൂടി ഗാനം പാടുന്നു. നമുക്കറിയാവുന്നവരൊക്കെ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്. അനാഥനായി വീടുകില്ലെന്നരുളിയ കരുണാനിധി, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വീടുകില്ലെന്നരുളിയ കരുണാനിധി, എൻ കാരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെന്നുരച്ചവൻ ഒരു നാളും മറക്കുകില്ല. എൻ കാരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെന്നുരച്ചവൻ ഒരു നാളും മറക്കുകില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രതികൂല കാറ്റ് ഒന്നായി ആഞ്ഞടിക്കുമ്പോൾ മറച്ചുകൊള്ളണമേ നിന്റെ ചിറകിനുള്ളിൽ. പ്രതികൂല കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ ശക്തിയായ നേരെയാടി ചുയർന്നിടുമ്പോൾ, പ്രതികൂലമായിടുന്ന കൊടുങ്കാറ്റുകൾ ശക്തിയായ നേരെയാടി ചുയർന്നിടുമ്പോൾ, മറച്ചുകൊള്ളേണമേ നിൻ ചിറകിൻ കീഴനുദീനം വഹിച്ചുകൊള്ളുമല്ലോ നിൻ തിരുക്കരത്താൽ. മറച്ചുകൊള്ളേണമേ നിൻ ചിറകിൻ കീഴനുദീനം വഹിച്ചുകൊള്ളുമല്ലോ നിൻ തിരുക്കരത്താൽ. ഭക്ഷണപാനീയമല്ലാതെ അലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേക്കുന്ന നമ്മുടെ നല്ല ദൈവം ജീസസ്. ഹല്ലേലൂയ. ഭക്ഷണപാനീയമില്ലാതലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. ഭക്ഷണപാനീയമില്ലാതലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. തൃക്കൈയൊന്നു തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾക്കും തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ. തൃക്കൈയൊന്നു തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾക്കും ശക്തി വരുത്തുന്ന പരിപാലകനല്ലോ. അടുത്ത വരികൾ വളരെ മനോഹരമായി. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്ത്. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പം ദൂരം മാത്രമേ ഉള്ളൂ. ആ സമയം പാഴാക്കാതെ നമുക്ക് ഉണർന്നുകൊള്ളുക. ഓ ജീസസ്. ഹല്ലേലൂയ.
നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്ത്. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്ത്. നിത്യ വീട്ടിലെത്താനിനി അല്പം ദൂരം മാത്രമേയുള്ള സമയം പാഴാക്കാതെ ഉണർന്നുകൊള്ളുക. നിത്യ വീട്ടിലെത്താനിനി അല്പം ദൂരം മാത്രമേയുള്ള സമയം പാഴാക്കാതെ ഉണർന്നുകൊള്ളുക. ദൈവമക്കളെ, എനിക്ക് പറയാനിതേ ഉള്ളൂ. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പം ദൂരം മാത്രമേ ഉള്ളൂ. ആ സമയം പാഴാക്കാതെ എന്ത് മനോഹരമായി വരിക നോക്കിയേ. ആ സമയം പാഴാക്കാതെ നീ ഉണർന്നുകൊള്ളണം. ഭക്ഷണപാനീയമില്ലാതെ അലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകുന്ന നല്ല കർത്താവ്. എന്നിട്ട് പറയുന്ന വാക്ക് നോക്കിക്കേ. തൃക്കൈയൊന്ന് തുറക്കുമ്പോൾ സർവ്വജീവജാലങ്ങൾക്കും. മനോഹരമായൊരു വാക്യമുണ്ട്. കർത്താവ് എല്ലാവർക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. നമുക്ക് ചിന്തിച്ചാൽ ഇമാജിൻ ചെയ്യാൻ കഴിയാത്തൊരു സംഭവമാണത്. എന്തിന് നമ്മുടെ ആഹാരം പോലും നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷേ കർത്താവ് നോക്കുക, കാക്കകളെ നോക്കിവിടുൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. പക്ഷേ എൻ്റെ കർത്താവ് എത്ര മനോഹരമായിട്ടാണ് അതിനെയൊക്കെ പുലർത്തുന്നത്. എല്ലാ ബേഡ്സും ഒരുപോലെയുള്ള ആഹാരമല്ല കഴിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയുള്ള ആഹാരമല്ല കഴിക്കുന്നത്. പക്ഷെ ഇന്ന് വരെ അത് പട്ടിണി കിടന്നിട്ടില്ല. കർത്താവിൻ്റെ മഹത്വം എത്ര ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഗാനത്തിൻ്റെ ചില വരികൾ: എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു, വരും ആപത്തിൽ നൽ തണൽ താൻ, പെരും താപത്തിൽ നൽ തണൽ താൻ, ഇരുൾ മൂടുമൻ ജീവിതപാത. ഇന്ന് ആരെങ്കിലും ഇരുട്ട് മൂടി വെളിച്ചം കാണാതിരിക്കുന്നുവെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ, എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ്. കാർമുകിലേറെ കരയേറുകിലും കാണുന്നില്ലേ മഴവില്ലതന്മേ. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ദൈവഭക്തന് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നു. മെട്രോയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ചാടി ആത്മഹത്യ ചെയ്തു. എന്താണെന്നറിയില്ല കാരണം. അനേകർ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മെ ഇന്ന് സന്തോഷത്തോടുകൂടെ, ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി അതേ മക്കളെ. അനേകം പേർക്കൊന്നും ഇങ്ങനെ ഇല്ല. അനേകം പേർക്ക് പ്രാർത്ഥനയില്ല, പാട്ടില്ല, സന്ദേശങ്ങളില്ല, ഇങ്ങനെയുള്ള സൂം മീറ്റിംഗ് ഇല്ല. ഞാൻ പ്രിയ ദിവസങ്ങളിലേക്ക് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. എല്ലാ ആഴ്ചയും മുടങ്ങാതെ എല്ലാ ചിലവൊക്കെ ചെയ്തു വളരെ മനോഹരമായി നടത്തുന്ന ഈ മീറ്റിങ്ങിൽ നമുക്ക് വന്നൊന്ന് ഇരുന്ന് കൊടുക്കാൻ പോലും കഴിയുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? പക്ഷേ ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ഞാൻ അനേക കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല. ഈ ഗാനം നമ്മോട് സംസാരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കറിയാവുന്ന ഗാനമാണ്. എന്നെ കരുതുവാൻ തുടങ്ങുന്ന മനോഹരമായ ഗാനം. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു, എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു, എന്നും മതിയായവൻ. ഹല്ലേലൂയ. വരും ആപത്തിൽ നൽ തണൽ താൻ. എത്ര മനോഹരമായ വരികളാണ്. വരും ആപത്തിൽ നൽ തുണ താൻ, പെരും താപത്തിൽ നൽ തണൽ താൻ. വരും ആപത്തിൽ നൽ തുണ താൻ, പെരും താപത്തിൽ നൽ തണൽ താൻ. ഇരുൾ ചൂടുമൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താൻ. ഇരുൾ മൂടുമൻ ജീവിത പാതയിലും
താരും വെളിച്ചവും അഭയവും താ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. ഓ ജീസസ്, ഹല്ലേലൂയ. മർത്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. മർത്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. ജീവനാഥനൻ ആവശ്യങ്ങൾ അറിഞ്ഞ് ജീവനാളെല്ലാം നടത്തിയിടുമേ. ജീവനാഥനൻ ആവശ്യങ്ങൾ അറിഞ്ഞ് ജീവനാളെല്ലാം നടത്തിയിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാൻ ഇന്ന് വിശ്രമിക്കും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. പ്രൈസ് ഗോഡ്. ഓ ഹല്ലേലൂയ. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാൻ ഇന്നു വിശ്രമിക്കും. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാൻ ഇന്നു വിശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. ഒരു സൈന്യം എനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാ, ഒരു ദോഷവും എനിക്ക് വരാം. ഓ കർത്താവിന്റെ തുവൽ സ്പർശം അനുഭവിച്ച എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കുന്ന ദൈവമാണ്. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാ, ഒരു ദോഷവും എനിക്കു വരാ. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാ, ഒരു ദോഷവും എനിക്കു വരാ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. വളരെ പ്രത്യാശയുടെ വാക്കുകൾ. വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ അന്നു ഞാൻ അവൻ മാറിൽ മറഞ്ഞിടുമേ. എന്റെ കണ്ണീർ പൂർണ്ണമായി തോർന്നിടുമേ. ഇന്ന് കണ്ണീരോടുകൂടെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണീര് തോരുന്നൊരു നിമിഷമുണ്ട്. പ്രൈസ് ഗോഡ്. വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ. വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ. അന്നു ഞാൻ അവൻ മാറി മറഞ്ഞിടുമേ. കണ്ണീർ പൂർണ്ണമായി തോർന്നിടുമേ. അന്നു ഞാൻ അവൻ മാറിൽ മറഞ്ഞിടുമേ. കണ്ണീർ പൂർണ്ണമായി തോർന്നിടും. ചേർന്ന് പാടാം. എന്നെ കരുതുവാൻ, എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. ഞാൻ ഒട്ടും സമയമെടുക്കാതെ over to തോമസ് അങ്കിൾ. താങ്ക് യു പാസ്റ്റർ ബിനു ചാരുത. നല്ല പാട്ടുകൾ പാടി എന്നെ കരുതുവാൻ, എന്നെ കാക്കുവാൻ, എന്നെ പാലിപ്പാൻ എന്നും മതിയായവനായ ഒരു കർത്താവ് നമുക്കുള്ളതിനാൽ
അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് പാടുവാൻ നമ്മൾക്ക് കഴിയട്ടെ. വരും ആപത്ത് വരത്തില്ല എന്നല്ല, ആപത്ത് വന്നാൽ ആ ആപത്തിൽ നമുക്ക് തുണയായി, കാവലായി, കരുതലായി നമ്മൾക്കൊരു ദൈവം ഉള്ളതിനാൽ നമ്മൾക്ക് എന്നെ കരുതുവാൻ, എന്നെ കാക്കുവാൻ, എന്നെ പാലിപ്പാൻ നമ്മൾക്ക് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അത് വിശ്വാസത്തോടെ പറയുവാൻ സാധിക്കുന്നു എങ്കിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പാട്ടുകൾ പാടി സഹായിച്ച ദേവദാസന് നന്ദി പറയുന്നു. ഈ പാട്ടുകൾ ജീവിതത്തെ അനുഭവമാക്കി പാടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് ആയി ഉള്ള ചില വിഷയങ്ങൾ പറയുന്നു. സിസ്റ്റർ അന്നമ്മ ചെറിയാൻ പാട്ടുകളെ പാടി പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് സഹായിക്കും. ഹ്യൂസ്റ്റണിലുള്ള ചെറിയാൻ കെ തോമസ് എന്ന സഹോദരനായി പ്രാർത്ഥിക്കുക. ഹ്യൂസ്റ്റണിലുള്ള പ്രിയ തമ്പിക്കായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുക. ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുക. ശാരീരികമായി ക്ഷീണത്തിൽ ആയിരിക്കുന്നു, ഞങ്ങളെ രണ്ടുപേരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രസാദിനായി, വത്സയ്ക്കായി പ്രാർത്ഥിക്കുക. ഡോക്ടർ അലക്സിനായി, ഉഷയ്ക്കായി പ്രാർത്ഥിക്കുക. ചിനുവിനായി പ്രാർത്ഥിക്കുക. ചിനു ബലം പ്രാപിച്ചു വരുന്നു, എന്നാൽ പൂർണ്ണമായ ഒരു റിക്കവറിയിലേക്ക് എത്തേണ്ടതായ ആവശ്യമുണ്ട്, പ്രാർത്ഥിക്കുക. അതുപോലെ പാസ്റ്റർ ജോയ് ചെങ്കലിനെയും, കർത്തൃദാസൻ സുഖമായിരിക്കുന്നു, എന്നാൽ ഭാര്യയും പിതാവും മാതാവും സൗഖ്യമില്ലാതെ ഇരിക്കുന്നു, അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞാൻ ഇന്ത്യയിലായിരുന്നു, യാത്ര ചെയ്ത് മടങ്ങി വരുവാൻ ദൈവം സഹായിച്ചു. റോഹന്റെ യാത്രയിൽ കൂടെ ഇരുന്ന് റോഹനെ സഹായിച്ചു. ദൈവത്തിന്റെ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സീനിയേഴ്സായി ലൈനിലുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ബ്രദർ എബ്രഹാം കുര്യനായി, തൻ്റെ ഭാര്യയ്ക്കായി പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറന്നു തുടങ്ങി. പലരും അവരുടെ ഭാവി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിച്ച് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിവാഹപ്രായം എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, വിവാഹിതരായ കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി പലവിധ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇപ്പോൾ സിസ്റ്റർ അന്നമ്മ ചെറിയാൻ പ്രാർത്ഥിച്ച് നമ്മളെ സഹായിക്കും. സ്വർഗപിതാവേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ സന്ധ്യാവേളയിൽ കർത്താവെ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ കർത്താവ് ഞങ്ങളെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് പാൽക്കാലം കണ്ടവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ സ്തോത്രം. കർത്താവേ, ദൈവമേ, കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവേ ദൈവമേ അപ്പാ ഉണ്ടായ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നീ ഞങ്ങളെ വിടുവിച്ചു. കർത്താവെ, നിന്റെ മക്കളെ ആരോഗ്യത്തോടും ബലത്തോടും കൂടെ കർത്താവ് കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകന്റെ യാത്രയിൽ കർത്താവ് കൂടെ ഇരുന്ന് കർത്താവ് ബലപ്പെടുത്തി സഹായിച്ച് ഇന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നെന്ന് അങ്ങയുടെ വചനമായിരിക്കാൽ അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നപ്പാ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിൽ രോഗികളായിരിക്കുന്നവരുണ്ട്. കർത്താവെ, ദൈവമേ, ക്യാൻസറിന്റെ അസുഖത്താൽ കർത്താവെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ ഒക്കെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചിന്നുവിനായും ഒക്കെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവർക്ക് കൊടുത്ത വിടുതലിനായി സ്തോത്രം. പൂർണ്ണ വിടുതലിനും പൂർണ്ണ ആരോഗ്യത്തിനുമായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവെ, നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യമായെന്ന് നിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. അത് ഞങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളവരാണ്. പൂർണ്ണ വിടുതൽ കർത്താവിടുന്ന് കൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവെ പലരും പല വിഷയങ്ങളുമായി കടന്നു വന്നിരിക്കുന്നു. കർത്താവെ മറ്റുള്ളവരോട് പറയുവാൻ കഴിയാതെ വണ്ണം ഉള്ളത്തിന്റെ ഉള്ളിൽ കർത്താവെ വേദനിക്കുന്ന ജീവിതങ്ങളുണ്ട്. കർത്താവെ ദൈവം അവരോട് സംസാരിക്കണമേ. അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയ കരം നീട്ടി കർത്താവരെ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, രോഗികളായിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും നീ അവിടുന്ന് സൗഖ്യമാക്കണമേ. സീനിയേഴ്സായ ഇതിനകത്തുള്ള എല്ലാ ദൈവത്തിന്റെ മക്കളെയും കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വാർദ്ധക്യത്തിലും ബലം ക്ഷയിക്കുമ്പോഴും തള്ളിക്കളയാത്ത കർത്താവ് അവിടുന്നാണ്. അങ്ങയുടെ ആരോഗ്യവും ബലവും ശക്തിയും നൽകി നീ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വഴി നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. കർത്താവെ, അവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റിപ്പോകാതെ വണ്ണം നിന്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് യഹോവയെ ഭയപ്പെട്ട് ജീവിക്കുവാൻ കർത്താവെ നീ അവരോട് സംസാരിക്കണമേ. അവരെ രൂപാന്തരം വരുത്തേണ്ടതിനായി ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സഹായിക്കണമേ. കർത്താവെ ദൈവമേ, കുടുംബത്തിൽ പ്രശ്നങ്ങളായി വിവാഹം കഴിച്ചിട്ടും ഒന്നിച്ചു പോകുവാൻ കഴിയാത്തവരായി വിവാഹത്തിന്റെ കർത്താവെ ദൈവമേ, ദൈവമേ, ആ വിഷയങ്ങളിൽ വിടുതൽ വേണ്ടിയതായി നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, മുപ്പിരിച്ചരടാറ്റു പോവുകയില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്യോന്യം ക്ഷമിപ്പാനും സഹിപ്പാനും വഹിപ്പാനുമുള്ള കൃപ നീ അവർക്ക് കൊടുത്ത് ഒന്നിച്ച് ജീവിച്ച് കർത്താവിന്റെ വരവിൽ കാണപ്പെടുവാൻ അവരെ ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരോട് ദൈവം സംസാരിക്കണമേ. അവർക്ക് വേണ്ട തക്ക തുണകളെ കർത്താവിടുന്ന് ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിപ്പാനുള്ള ആഗ്രഹം അവരുടെ ജീവിതത്തിൽ കർത്താവിടുന്ന് കൊടുക്കേണ്ടതിനായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവെ, സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ മടങ്ങിപ്പോകുന്നു. കർത്താവെ, സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആയിരിക്കുമ്പോൾ അവർ കർത്താവെ നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ കർത്താവ് അവർക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിലെ അന്ധകാരത്തിന്റെ ശക്തികളിലൊന്നും അവരകപ്പെട്ടു പോകുവാൻ ഇടയാകാതെ വണ്ണം യേശുവിന്റെ കരം പിടിച്ച് അവർ മുന്നോട്ട് പോകുവാൻ സ്വർഗം അവർക്കിടയാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവെ ദൈവമേ, പലവിധമായ ആവശ്യങ്ങള് കർത്താവെ ദൈവമേ നിന്റെ മക്കൾക്കൊക്കെ ഉണ്ട്, അടിയങ്ങൾക്കുണ്ട്. കർത്താവെ ദൈവമേ, അതെല്ലാം കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ട് നീ അവിടുന്ന് മറുപടി തരുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. കർത്താവെ, നിന്റെ വയലിൽ അധ്വാനിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവിടുന്ന് അവരെ സഹായിക്കണമേ. ഇന്ത്യയിലും കർത്താവെ, ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലും കേരളത്തിലും പല ഭാഗങ്ങളിലും ഒക്കെ ദൈവമക്കൾക്കെതിരായി പ്രവർത്തിക്കുന്ന അനേക ശക്തികൾ ഉയർന്നിരിക്കുന്നു. കർത്താവെ, ദിവസങ്ങളിൽ അങ്ങയുടെ കരം നീട്ടണമേ. അവിടുന്ന് സഹായിക്കണമേ. നീ അവരെ കർത്താവെ നിന്റെ സന്നിധിയിൽ കർത്താവ് അവരെ കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരാമെന്ന് നിന്റെ വാഗ്ദത്തമാണ്. കർത്താവെ, ഞങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നപ്പാ. അവിടുന്ന് കർത്താവെ മാനസാന്തരത്തിലേക്ക് ജനത്തെ വഴി നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവെ വചനം സംസാരിക്കുന്ന നിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്തിരിക്കുന്ന വചനം അതിന്റെ ശക്തിയോടുകൂടെ ഒന്നും മറച്ചു വെക്കാതെ ശക്തമായി പ്രസ്താവിപ്പാൻ ദൈവം നിന്റെ ദാസനെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെങ്കൽ പാസ്റ്ററിന്റെ വൈഫിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ, ഫാദറിന്റെ വൈഫായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ സൗഖ്യമാക്കണമേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള വചനം അയച്ച് ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് നിന്റെ മക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ, തോമസ് ബ്രദറിനും ലിൻഡയ്ക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ മക്കളോട് ദൈവമേ കർത്താവ് കരുണ തോന്നണമേ. കർത്താവേ, യാതൊരാപത്തും ഭവിക്കാതെ വണ്ണം ഒരു രോഗവും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്നെ കാക്കുന്നവൻ ഉറങ്ങയില്ല, മയങ്ങയില്ല എന്ന ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കർത്താവെ, വാഗ്ദത്തങ്ങൾ അയച്ച് കർത്താവെ അവരോടുള്ള ദൈവത്തിന്റെ ദൂതുകള് ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ കർത്താവെ അത് ഫലവത്തായി കാണുവാൻ തക്കവണ്ണം നീ അറിയിച്ച ആലോചനകളൊക്കെ അതിന്റെ നിവർത്തീകരണത്തിലേക്ക് വരുന്നത് കാണുവാൻ
കർത്താവേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തെ കർത്താവ് ബലപ്പെടുത്തണം. എല്ലാ രോഗത്തിന്റെ ശക്തികളിൽ നിന്നും, എല്ലാ അന്ധകാരത്തിന്റെ കെട്ടുകളിൽ നിന്നും ദൈവം വിടുവിച്ച് കർത്താവേ ആരോഗ്യത്തോടും ബലത്തോടും സൗഖ്യത്തോടും കൂടെ ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ നിന്റെ മക്കളെ ബലപ്പെടുത്തിക്കാട്ട്, ശക്തീകരിച്ചാട്ട് കർത്താവേ നിന്റെ വരവിനായി ഒരുക്കണമേ. കർത്താവേ ദൈവമേ അപ്പാ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യാത്ര ചെയ്യുന്നവരുണ്ട് കർത്താവേ, വെക്കേഷനുകളിലൊക്കെ പോയിട്ട് മടങ്ങി വരുന്നവരുണ്ട് കർത്താവേ. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമെല്ലാം അവരെയൊക്കെ വിടുവിച്ച് കർത്താവേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലണമേ. ആമേൻ. 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 താങ്ക് യു യുളാൻഡി. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ ദാസൻ എന്ന് പാടിയതുപോലെ എന്നെ കരുതുവാൻ, എന്നെ കാക്കുവാൻ, എന്നെ പാലിപ്പാൻ യേശു മതിയായവൻ. ഞാനത് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നവരെ ചിലർ ഓർക്കുന്നുണ്ടായിരിക്കും. ജോയിച്ചങ്കൽ പാസ്റ്റർ പലതവണ ചോദിച്ചു, ലിൻഡ സിസ്റ്റർ എന്തിയെ, ലിൻഡ സിസ്റ്റർ എന്തിയെ എന്ന് ചോദിച്ചു. പ്രാർത്ഥന തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഷീ ഹാഡ് എ ബ്ലാക്ക് ഔട്ട്. ഷി വാസ് ഔട്ട് ഫോർ ഓൾമോസ്റ്റ് ആൻ അവർ. എന്നെ കരുതുവാൻ, എന്നെ കാക്കുവാൻ, എന്നെ പാലിപ്പാൻ. വീട്ടിൽ ആരുമില്ലായിരുന്നു. ഷി വാസ് അലോൺ. ആപത്തുകൾ ഉണ്ടാകാതെ കാത്ത ദൈവത്തിന് അറിഞ്ഞിട്ട് വിളിച്ച് പ്രാർത്ഥിച്ച എല്ലാ കർത്തദാസന്മാർക്കും പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തില് നന്ദി പറയുന്നു. പല ടെസ്റ്റുകൾ ഇനിയും ചെയ്യുവാനുണ്ട്. പല ഡോക്ടേഴ്സിനെ കാണും. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ആർക്കും അറിയത്തില്ല. എന്നാൽ വരും ആപത്തിൽ, വരാമായിരുന്ന ആപത്തിൽ നല്ല തുണയായി, കാവലായി, കരുതലായി ദൈവം ഉണ്ടായിരുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ആക്ച്വലി അടുത്ത ആഴ്ചയിൽ ആണ് നാട്ടിൽ നിന്നും വരാനിരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് കടന്നു വരികയായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും, വീട്ടിൽ വന്ന് അന്വേഷിക്കുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും ദൈവനാമത്തില് നന്ദി പറയുന്നു. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കൂട്ടായ്മയുടെ ബലം, കൂട്ടായ്മയുടെ ബന്ധം എന്ന് പറയുന്ന ഇതാണ്. തമ്മിൽ തമ്മിൽ കൈത്താങ്ങ് കൊടുക്കുവാനും ഓർത്ത് പ്രാർത്ഥിക്കുവാനും ദൈവം ഒരുക്കുന്ന കൂട്ടമാണ്. വീഡിയോ ഓൺ ചെയ്യാവുന്നവര് വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും. രാജേഷ് പാസ്റ്ററെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യം ഇല്ല. നമ്മളുടെ നമ്മളോട് കൂടെ എന്നും എപ്പോഴും സഹകരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും വെൽക്കം ചെയ്യുന്നു. അദ്ദേഹം അടുത്ത 1 മണിക്കൂർ ഇച്ചിരി കൂടി പോയാലും കുഴപ്പമില്ല, വചനത്തിൽ നിന്ന് സംസാരിക്കും. അദ്ദേഹത്തെ ഓർത്ത്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾക്ക് ശ്രദ്ധിക്കാനായി ദൈവസന്നിധിയിൽ നമ്മൾക്ക് ഒരുമിച്ച് ആയിരിക്കാം. പാസ്റ്റർ രാജേഷ് പെരുമ്പാവൂർ. കർത്താവിന്റെ ധന്യ തിരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവവൃത്യന്മാരെയും എല്ലാ ദൈവമക്കളെയും, പ്രത്യേകാൽ ഈ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ ലിൻഡാൻഡിയെ മത്തായങ്കളിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ദൈവസന്നിധിയിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ പ്ലാറ്റ്ഫോമിൽ ഒരിക്കൽ കൂടെ കടന്നു വന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ സ്വർഗത്തിലെ ദൈവം നൽകിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നതിന് മുമ്പേ വളരെ മനോഹരമായി ആരാധന ലീഡ് ചെയ്ത പ്രിയ കർത്താവിന്റെ ദാസൻ ബിനി പാസ്റ്റർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒരുമിച്ചൊരു പ്രാവശ്യം കൂടെ ആയിരിക്കാൻ കർത്താവ് അവസരം തന്നല്ലോ. എല്ലാ മഹത്വവും മാനവും കർത്താവിനെ അർപ്പിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടും വളരെ ദൈവസാന്നിധ്യബോധത്തോടും തിരുസന്നിധിയിൽ ഇരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിന് ആധാരമായി പരിശുദ്ധാത്മാവ് തന്ന ഒരു ദൈവവചനം
അല്പനിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വാക്യം. ആ വാക്യം വായിക്കാം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. പ്രിയ പിതാവേ, ഈ നല്ല നിമിഷങ്ങൾക്ക് നന്ദി. ഇന്ന് രാത്രി അങ്ങയുടെ ജനത്തെ ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുന്നു. വചനത്തിന്റെ അധികാരവും ദൈവശക്തിയുടെ കർത്താവെ അപ്രമേയത്വവും സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഈ കൂട്ടായ്മയുടെ നടുവിൽ വ്യാപരിപ്പിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമാർന്ന ദൈവിക വിടുതലുകൾ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ കർത്താവ് തുറക്കുന്നതിനായി ദൈവസന്നിധിയിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. വചനത്തിന്റെ വാതിലുകളെ പരിശുദ്ധാത്മാവ് തുറന്നു തന്നതിന് സ്തോത്രം. തൃക്കരങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. എല്ലാ മഹത്വവും മാനവും ഞങ്ങൾ കർത്താവിന് തരുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ പിതാവേ, ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്കാണ് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാനുള്ളത്. നിരവധി സന്ദർഭങ്ങളിൽ ഈ ദൂതുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ള വേദഭാഗങ്ങളാണ്. ആ വാക്യം നമുക്ക് സുപരിചിതമാണെന്ന് ഞാൻ ഓർപ്പിച്ചു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. ഇത് ഒരു പ്രവചന ശബ്ദമാണ്, ഒരു പ്രാവചനിക നിവൃത്തിയാണ് ഈ ദൂത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി കൈമാറുന്നത് ഒരു പ്രവചന ദൂതാകയാൽ ആ പ്രവചന ദൂതിന് ഇന്ന് രാത്രിയിലും അസാധാരണമായ മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താനുള്ള കരുത്തുണ്ട്. അത് വിശ്വസിക്കുന്ന പ്രിയമുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ആ ദൂതവായുകൾ തുറന്നെന്ന് പറയുന്നത് ഒരു വലിയ ബലമാണ്. കാരണം വചനം പറയുന്നത് മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു എന്നാണ്. ഈ രാത്രി അധരം തുറന്ന് നമ്മൾ ചിലത് കൽപ്പിച്ചാൽ അതങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടു വരുമെന്നുള്ളതിൽ സംശയമില്ല. അത് ദൈവവചനത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ആ വചനം ഇന്ന് രാത്രി അധരം തുറന്ന് നാം പ്രഖ്യാപിക്കുമ്പോൾ ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ പ്രവർത്തികളെ കൊണ്ടുവരുമെന്നുള്ളതിൽ സംശയമില്ല. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഇതൊരു ദൈവിക മറുപടിയാണ്. നമുക്കറിയാം ഇതിന്റെ പശ്ചാത്തലം 26 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. ലൂക്കോസ് വിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളുടെ തുടർച്ചയാണ് ആ ദൂത് ആരംഭിക്കുന്നത്. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ഹല്ലേലൂയ. തിരുവെടുത്ത് പറയുന്ന ഒരു ദൈവിക ഇടപെടലിനെ കുറിച്ച്, ഒരു ദൈവിക സംഗമത്തെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ആ ഭാഗത്ത് സംസാരിക്കുന്നത്. 6-ാം മാസത്തിൽ ഗബ്രിയേൽ ദൂതനെ ദൈവം ഒരു പ്രത്യേക ആലോചന കൊടുത്ത്, ഒരു ദൂത് കൊടുത്ത് ഒരുവളുടെ അടുക്കലേക്ക് അയക്കുന്നതാണ് ഇതിന്റെ പശ്ചാത്തലം. നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം സുപരിചിതമാണ്. ശ്രദ്ധിച്ച്, ഹല്ലേലൂയ, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്ത ഒരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. അതിനെക്കുറിച്ചുള്ള ആലോചന കൈമാറാൻ സ്വർഗം ദൂതനെ ഉത്തരവാദിത്വപ്പെടുത്തി അയക്കുകയാണ് ഒരുവളുടെ മുമ്പിലേക്ക്. ആ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, ആ കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ പരിശുദ്ധയാത്മാവ് കുറിച്ചു വെച്ച അത്ഭുതകരമായൊരു ദൂത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഈ ദൈവശബ്ദത്തിന്റെ നിവർത്തി കാത്ത് ഒരു തലമുറ കാലങ്ങളോളം, ഹല്ലേലൂയ, പ്രൈസ്, കാലങ്ങളായി നോക്കിയിരിക്കുന്ന ഒരു ചരിത്രം, പ്രൈസ് ദി ലോർഡ്, നമുക്ക് അതേ പ്രൈസ് ദി ലോർഡ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏത് ഈ ഒരു പ്രവചന ദൂതിനു വേണ്ടി ഒരുക്കപ്പെട്ട ഒരു തലമുറ ആ കാലഘട്ടത്തിന്റെ നടുവിലുണ്ടായിരുന്നു. ഒരുക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ മാനുഷികമായി ഒരുങ്ങിയിരുന്ന ഒരു തലമുറ ആ കാലഘട്ടത്തിന്റെ നടുവിലുണ്ടായിരുന്നു. ഈ ദൂതിനു വേണ്ടി പറഞ്ഞാൽ മിശിഹായെ ഉദരത്തിൽ വഹിക്കാൻ ഒരുക്കപ്പെട്ടു നിന്ന ഒരുപാട് കന്യകമാർ ആ കാലഘട്ടത്തിൽ
കാലഘട്ടത്തിന്റെ നടുവിലുണ്ടായിരുന്നു. മാതാപിതാക്കൾ അതിനുവേണ്ടി വേർതിരിച്ച തന്റെ തലമുറകളെ കുറിച്ചുള്ള ചരിത്രം നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ശ്രദ്ധിച്ചേ, ഒരുക്കപ്പെട്ടു നിന്ന ഒരുപാട് തലമുറകൾ ആ കാലഘട്ടത്തിന്റെ നടുവിലുള്ളപ്പോഴും തിരുവെഴുത്ത് പറയുന്നത് ദൈവം ഒരുവളുടെ അടുക്കലേക്ക് പ്രതീക്ഷയില്ലാത്ത അത്ര ഒരുങ്ങാത്ത ഒരാളുടെ അടുക്കലേക്ക് സ്വർഗം ഇറങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആ ദൂത് കേട്ടപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവളുടെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ദൈവത്തിന് സ്തോത്രം. കൃപ ലഭിച്ചവൾ, കൃപ നിറഞ്ഞവൾ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ കൃപ നിറഞ്ഞവളല്ല, കൃപ ലഭിച്ചവളാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. എന്താണ് പ്രൈസ് ദി ലോർഡ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറയാൻ കാരണം പ്രൈസ് ദി ലോർഡ്, ഒരുക്കപ്പെട്ട് നിന്ന പലരുടെയും ജീവിതത്തിനകത്ത് വെളിപ്പെടാത്തതൊന്ന് ഒരുവളുടെ ജീവിതത്തിനകത്തേക്ക് സ്വർഗം തുറന്നു കൊടുക്കുകയാണ്. അതാണ് കൃപ. അർഹിക്കാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന അപൂർവമായ ദാനമാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ആ കൃപ വീണ ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നമ്മൾ ചിന്തിക്കാത്ത സാഹചര്യത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ സന്ദർശനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ കൃപ ഒരുവളുടെ മേൽ വീഴുകയാണ്. അത് കേട്ട വന്ദനസ്വരം കേട്ട മറിയ അത്ഭുതപ്പെട്ടു പോയി. അവൾ ഭയപരവശയായെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഭയപ്പെട്ടു പോയ ആ സ്ത്രീയോട് സ്വർഗത്തിലെ ദൈവം ദൂതൻ മുഖാന്തരം അരുളി ചെയ്യുകയാണ്, മറിയേ നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടേണ്ട. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു അത്ഭുതം വെളിപ്പെടാൻ പോവുകയാണ്. ലോക ചരിത്രത്തിൽ ഇന്നുവരെ സംഭവിക്കാത്ത ഒരു ദൈവപ്രവർത്തിയുടെ കൈമാറ്റം ആ അധ്യായത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് കൈമാറുന്നത് എത്ര അത്ഭുതമാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് വിശുദ്ധ വേദപുസ്തകം. ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ലോകത്തിൽ കാണുന്ന ഭൗമികമായ അത്ഭുതങ്ങൾ ഒന്നുമല്ല. പിന്നെയോ ഇന്ന് രാത്രി സർവശക്തനായ ദൈവം ഒരു മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഫിലിപ്പിയ ലേഖനത്തിനകത്ത് വായിക്കുന്നത് പോലെ അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മനുഷ്യ സാദൃശ്യത്തിലായി മരണത്തോളം, ക്രൂശ് മരണത്തോളം അനുസരണമുള്ളവനായി മാറിയ അത്ഭുതകരമായ ദൈവപ്രവൃത്തിയുടെ ചരിത്രം വിശുദ്ധ തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ശ്രദ്ധിച്ചേ, ഒരു മനുഷ്യനായി സർവ്വലോകത്തെയും സൃഷ്ടിച്ച സൃഷ്ടിതാവ് ഈ അവനിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അത്ഭുതം വേറെ എന്തുണ്ട്? കരമുയർത്തി ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര സഹോദരി, ഇന്ന് രാത്രി തിരിച്ചറിയണം, മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, മാനകുലത്തിന്റെ പാപമോചനത്തിന് വേണ്ടി മറ്റൊരു സംവിധാനമില്ലാത്തത് കൊണ്ട് സർവശക്തനായ ദൈവം ഒരു മനുഷ്യനായി, മനുഷ്യ സാദൃശ്യത്തിലായി ഈ താണഭൂമിയിലേക്ക് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ പിറവിയെടുക്കാൻ സ്വർഗത്തിലെ ദൈവം പദ്ധതി ഒരുക്കിയ ചരിത്രമാണ് വിശുദ്ധ ലൂക്കോസ് വിശേഷം 1-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള അതേ അധ്യായത്തിനകത്തുകൂടെ പരിശുദ്ധാത്മാവ് പങ്കുവെക്കുന്നത്. ഇന്ന് രാത്രി ആ ദൂത് ഹൃദയത്തിൽ വീഴുമ്പോൾ അകത്തളത്തിൽ അതേ സന്തോഷം വെളിപ്പെടുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ശ്രദ്ധിക്കൂ, ദൂതൻ ഇറങ്ങി വന്ന് മറിയയോട് ഈ ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. എന്താണ് മറിയോട് കൈമാറാനുള്ള സന്ദേശം? മറിയോട് പറയുകയാണ് ദൂതൻ, 30-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആദ്യം കൃപ ലഭിച്ചവളെ വന്ദനം എന്ന് പറഞ്ഞിട്ട് ആ വന്ദന സ്വരത്തിനകത്ത് ഭയപ്പെട്ടു പോയവളോട്, നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്താണ് ആ കൃപ? 31-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദൂത് ഓർപ്പിക്കുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന്
പേർ വിളിക്കണം. അടുത്ത വാക്യത്തിൽ അവൻ ആരാണ് എന്നാണ് വചനം കൊടുത്തിരിക്കുന്നത്. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്ക് രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു. ഈ അത്ഭുതകരമായ ദൈവശബ്ദം ഈ സഹോദരി കേട്ടിയപ്പോൾ അവളുടെ ഹൃദയത്തിന്റെ അകത്ത് ഉയർന്ന ഒരുപിടി ചോദ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ ചോദ്യങ്ങൾക്കകത്തു നിന്ന് അവൾ ഭയങ്കര അത്ഭുതത്തോടെ, ആകുലതയോടെ അവൾ ദൂതനോട് ചോദിക്കുന്ന ഒരു മറുചോദ്യമാണ് നമ്മൾ അടുത്ത വാക്യങ്ങളിൽ കാണുന്നത്. ആ ചോദ്യത്തോടുള്ള പ്രതികരണമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന സന്ദേശം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്താണ് മറിയ ചോദിച്ച ചോദ്യം? ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ചില ദൈവിക ഇടപെടലുകൾക്കകത്ത് പലപ്പോഴും നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ഒത്തിരി പരിമിതികൾ നമ്മുടെ ചിന്തകളിൽ ഉയർന്നു വന്നെന്ന് വരാം. പക്ഷെ ഈ രാത്രി ഞാനൊരു ദൂത് പറയാം ദൈവമക്കളെ. ഈ രാത്രി സ്വർഗം നമ്മളോട് ഇടപെടുന്ന ദൂത് നമ്മുടെ സാഹചര്യങ്ങളെ സാഹചര്യങ്ങളുടെ അനുകൂലത നോക്കിയല്ല കർത്താവ് ഇന്ന് രാത്രി കൈമാറുന്നത്. ഞാൻ പറയാം, പ്രവചന ശബ്ദങ്ങൾ ഈ രാത്രി ഒരുപക്ഷെ കേൾവിക്കാരന്റെ ജീവിതത്തിന്റെ അകത്ത് ആ ദൂതുകളെ സ്വീകരിക്കാൻ തക്ക നിലവാരങ്ങളിലുള്ള സാധ്യതകളോ സാഹചര്യങ്ങളുടെ അനുകൂലതകളോ ഒന്നും ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയില്ലാതിരിക്കുമ്പോഴും ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ആമേൻ പറയാൻ ഒരുവൻ തയ്യാറായാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്ഭുതകരമായ ദൈവത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിന്റെ നടുവിൽ ആ ദൂതുകളെ നിവർത്തിക്കാൻ വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് രാത്രി ഓർപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒത്തിരി ദൈവശബ്ദങ്ങൾ കേൾക്കുന്ന ദൈവമക്കളാണ് ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നത്. ഈ രാത്രി ഞാൻ ഓർപ്പിക്കാം, കേട്ട ദൈവ ശബ്ദങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടാൻ അനുകൂലതകൾ പലതും നമുക്ക് കാണാൻ കഴിയാതിരിക്കുമ്പോഴും ഈ രാത്രി നീ വിശ്വസിക്കാൻ തയ്യാറായാൽ വചനം പറയുന്നത് പോലെ ഒരു ദൈവ മഹത്വത്തിന് സാക്ഷിയാകുമാറ് നിന്റെ ജീവിതത്തെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഈ രാത്രി ഞാനും നിങ്ങൾ സേവിക്കുന്നത്. അത് വിശ്വസിക്കുന്ന പ്രിയ ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇവിടെ ആ ദൂതിനെ സ്വീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരുപാട് ആശങ്കകൾ ആ സഹോദരിയുടെ ഹൃദയത്തിന്റെ അകത്തുയർന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച്, അവളുടെ ചോദ്യം ഒരു ചോദ്യമായി അവശേഷിപ്പിക്കുകയല്ല, മറിച്ച് അവളുടെ ഉള്ളത്തിൽ ഉയർന്ന ആ ചോദ്യത്തെ വളരെ കൃത്യതയോടെ മറുപടി പറഞ്ഞുറപ്പിക്കുന്നത് നാം ആ തിരുവെഴുത്തിനകത്ത് കാണുന്നുണ്ട്. അവൾ ചോദിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ നടക്കുമെന്ന ഒരു വലിയ ചോദ്യം അവളുടെ ഉള്ളത്തിൽ ഉയരുമ്പോൾ ദൂതൻ അവൾക്ക് കൊടുക്കുന്ന മറുപടിയാണ് 36 മുതലുള്ള വാക്യങ്ങൾ. അതിന് ദൂതൻ പറയുകയാണ്, പരിശുദ്ധയാത്മാവ് നിന്റെ മേൽ വരും. എങ്ങനെ ഇത് സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ ദൂതൻ പറയുകയാണ്, പരിശുദ്ധയാത്മാവ് നിന്റെ മേൽ വരും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. നിങ്ങളെ പല ശ്രദ്ധിക്കണം, ഇതൊരു സാധാരണ തലമുറയല്ല, ഇതൊരു വിശുദ്ധ തലമുറയാണ്, ഇതൊരു വിശുദ്ധ പ്രജയാണ്. വിശുദ്ധ പ്രജ ജനിക്കുന്നത് ഒരു സാധാരണ നിലയിലല്ല, ഒരു ഭൗമിക സിസ്റ്റത്തിനകത്തല്ല. അതിനകത്ത് ഒരു ഡിവൈൻ അനോയിന്റിംഗ് കൊണ്ട്, ഒരു ഡിവൈൻ പ്ലാൻ അതിനകത്ത് മറഞ്ഞിരിക്കുന്നുണ്ട്. ആ പദ്ധതിയെ കുറിച്ചാണ് ദൂതൻ അവളോട് കൈമാറുന്നത്. ആ ദൂതൻ എന്താണ്? പരിശുദ്ധയാത്മാവ് നിന്റെ മേൽ വരും. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കപ്പെട്ടാൽ അത്ഭുതങ്ങൾ നടക്കും. ദൈവശക്തി വ്യാപരിക്കപ്പെട്ടാൽ അസാധ്യമായത് സാധ്യമാകും. ഇന്ന് രാത്രി സ്വതവേ കൈകാര്യം ചെയ്യാത്ത ഏതൊക്കെയോ വിഷയങ്ങൾക്കകത്ത് നീ ഇന്ന് രാത്രി ഭാരപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, നിനക്ക് അസാധ്യമായത് ഈ രാത്രി ദൈവത്തിന് സാധ്യമാണ്.
ഹല്ലേലൂയ. നിന്റെ അതേ ബലഹീനതയിൽ, നിന്റെ കഴിവ് കുറവിൽ ഇന്ന് രാത്രി നിന്റെ സാഹചര്യങ്ങളെ നോക്കി ഇത് അസാധ്യമെന്ന് നീ വിലയിരുത്തുന്നിടത്ത് ഈ രാത്രി സ്വർഗം പറയുന്നു, നിനക്ക് സാധ്യമല്ലാത്തത്, നിനക്ക് കഴിയാത്തത് ഈ രാത്രി നീ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ ഈ രാത്രി അതിന്റെ നടുവിൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരുവാനിടയായി തീരും. കാരണം അവിടെ നീ രാത്രി അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. ഹല്ലേലൂയ. ആ ദൂതിന്റെ രാത്രി ഞാൻ ആവർത്തിച്ചു പറയാം, അവിടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കപ്പെട്ടാൽ ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നടക്കും. അതുകൊണ്ട് ഈ രാത്രി പ്രാർത്ഥിക്കേണ്ട, ദൈവമേ എനിക്ക് കഴിയാത്തത് ഇന്ന് രാത്രി ആത്മശക്തിയുടെ പകർച്ചയാൽ എന്റെ മേൽ അതേ സാധ്യമായി വരണമേ. ഈ രാത്രി ഏതു വിഷയത്തിനകത്താണോ ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കപ്പെടണം. ഈ വചനം ഇന്ന് രാത്രി കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ദൂതനെ ഇന്ന് രാത്രി വ്യക്തിപരമായി സ്വീകരിക്കാൻ ഞാൻ ആത്മാവിൽ ഉത്സാഹിപ്പിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ആ ദൂതന് ആമേൻ പറയുമ്പോൾ, ആ വചനത്തെ ഇന്ന് രാത്രി വ്യക്തിപരമായ ജീവിതത്തിനകത്തേക്ക് സ്വീകരിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയാം, ആ വചനം വെറുതെ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ല. മറിച്ച് ആ ദൂത് നിന്റെ മേൽ, ആ ദൂതിന്റെ വിടുതലിലേക്ക് നടത്തത്തക്ക നിലയിൽ നമ്മുടെ മേലെ വചനം വ്യാപരിക്കുമെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ദൈവജനത്തെയോർത്ത് ഈ രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി ആ ദൂത് ക്രിയ ചെയ്യുമാറാകട്ടെ. കരമുയർത്തി കർത്താവിന് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. അപ്പോ പരിശുദ്ധാത്മാവ് അത് നിന്റെ മേൽ വ്യാപരിക്കപ്പെടും. ഹല്ലേലൂയ. പ്രൈസ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ ഒരു ജനനം നടക്കും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ജനനം നടക്കും എന്ന് പറഞ്ഞാൽ മറിയ ഇതുവരെ കണ്ട പോലെയുള്ള ഒരു ജനനമല്ല. മറിയ ഇതുവരെ കേട്ട പോലുള്ള ഒരു ജനനമല്ല. അവളുടെ അറിവിന്റെ അകത്ത് ഒതുങ്ങത്തില്ലത്. ഇന്ന് രാത്രി ശ്രദ്ധിച്ച്, ദൈവിക ഇടപെടലുകൾ നമ്മുടെ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്നതല്ല. ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ചിന്തകൾക്കകത്ത് ഒതുക്കാൻ കഴിയുന്നതല്ല. ഈ രാത്രി അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ രാത്രി ഒന്ന് ദൂത് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. ദൈവത്തിന്റെ ശബ്ദത്തെ നിന്റെ ബുദ്ധി കൊണ്ട് അളക്കരുത്. ദൈവത്തിന്റെ ഇടപെടലുകളെ നിന്റെ അറിവ് കൊണ്ട് അളക്കരുത്. നിന്റെ ചിന്തകൾക്കകത്ത് ഒതുങ്ങത്തില്ല. ഇന്ന് രാത്രി ദൈവിക ഇടപെടലുകൾക്ക് ദൈവത്തോളം വലിപ്പമുണ്ട്. ഈ രാത്രി അതിന്റെ മുമ്പിൽ ആമേൻ പറയാൻ കഴിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്നവന്റെ ജീവിതത്തിനകത്താണ് ദൈവത്തിന്റെ ആലോചനയുടെ നിവർത്തി വെളിപ്പെട്ടു വരുന്നത്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, നീ കേട്ട ദൈവ ശബ്ദങ്ങൾ അത് നിവർത്തിക്കപ്പെട്ടു വരും. ആ ദൂതിന് അത് ഒരു പൂർത്തീകരണം സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഇന്ന് രാത്രി ആ ദൈവ ശബ്ദത്തെ നീ നിന്റെ ബുദ്ധി കൊണ്ടളക്കരുത്. നിന്റെ ചിന്താഗതിക്കകത്ത് അത് ഒതുക്കാൻ നോക്കരുത്. ഇന്ന് രാത്രി അത് ഒതുങ്ങുന്നതല്ല. ഈ രാത്രി അത് വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ എങ്ങനെ ഇത് സംഭവിക്കുമെന്ന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൂതൻ പറഞ്ഞു. പക്ഷേ ആ ദൂതിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി, ആ ദൂതിന്റെ ഉറപ്പിക്കലിനു വേണ്ടി ഹല്ലേലൂയ ദൈവം പറയുന്ന ഒരു അടയാളം അതിന്റെ 36 വാക്യത്തിനകത്ത് കാണാൻ കഴിയും. അതേ പ്രൈസ് ദി ലോർഡ്. അത് മറിയയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. ഏത്? ഹല്ലേലൂയ മറിയയ്ക്ക് അറിയാവുന്ന ഒരുവേളെ മറിയയുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. നിന്റെ ചാർച്ചക്കാരത്തി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. വാസ്തവത്തിൽ എലിശബത്തിനെ ഇവൾക്കറിയാം. പക്ഷേ എലിശബത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതം ഇവൾക്ക് അറിഞ്ഞുകൂടാ. ദൂതനാണ് അത് ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതെന്തിനാണ്? എലിശബത്തിന്റെ കാര്യം അവിടെ സംസാരിച്ചത് അത് മറിയയുടെ വിശ്വാസത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്നും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ നിന്നിൽ ഒരു വിശുദ്ധ പ്രജയുടെ ജനനം നടക്കുമെന്നും ദൈവത്തിന്റെ ദൂതൻ മുഖാന്തരം മറിയയ്ക്ക് അരുളപ്പാട് കൊടുക്കുമ്പോൾ ആ അരുളപ്പാടിനെ സ്വീകരിക്കാനുള്ള ഒരു പ്രാപ്തി മറിയയുടെ ഉള്ളിലില്ല. ഹല്ലേലൂയ. മറിയയ്ക്ക് ഭയങ്കര അത്ഭുതം
തോന്നി ഇതെങ്ങനെ സംഭവിക്കും. അവിടെയാണ് അതിനുള്ള ഒരു തെളിവായി ദൂതൻ പറയുന്നത്, നിന്റെ ചാർച്ചക്കാരത്തിയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. അവൾ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞിട്ടാണ് ദൂതൻ പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നമ്മുടെ ദൂതാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ദൂത് നമുക്ക് വേദപുസ്തകത്തിൽ പലയിടത്ത് കാണാം. എന്ത്? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇയ്യോബ് പറയുകയാണ്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ജെറമ്യാവിന്റെ പുസ്തകം 32:17 വായിക്കുമ്പോൾ, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. ജെറമ്യാവിന്റെ പുസ്തകം 32:27, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? അത് കർത്താവ് ചോദിക്കുകയാണ് ജെറമ്യാവിനോട്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് രാത്രി ആത്മാവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? മറുപടി പറയേണ്ടത് ഇന്ന് രാത്രി നമ്മളാണ്. ഹല്ലേലൂയ, ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ആത്മാവ് ചോദിക്കുന്നു, അല്ലെ അസാധ്യമെന്ന് പറയുന്ന, സാധ്യതയില്ലെന്ന് പറയുന്ന, പ്രതീക്ഷയില്ലെന്ന് പറയുന്നതിന്റെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി അത് ഇനിയൊരു പരിഹാരമില്ലെന്ന് നീ ചിന്തിക്കുമ്പോൾ ഈ രാത്രി സ്വർഗം നിന്നോട് ചോദിക്കുകയാണ്, കുഞ്ഞേ, ഞാൻ സർവ്വജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഈ രാത്രി തിരിച്ചറിയണം ദൈവമക്കളെ, ദൈവത്തിന് കഴിയാത്തൊരു വിഷയം നിന്റെ ജീവിതത്തിലില്ല. നീ അഭിഹരിക്കുന്ന ഏത് വിഷയമാകട്ടെ, അത് ആത്മീയ ാകട്ടെ, അത് ഭൗതികമാകട്ടെ, അത് ശാരീരികമാകട്ടെ, അത് മാനസികമാകട്ടെ, ഈ രാത്രി നിന്റെ ഏത് വിഷയത്തിന്റെ അകത്തും ഈ രാത്രി പരിഹാരം തരാൻ കഴിയുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ അവിശ്വാസത്തെ നീക്കിയിട്ട് ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം, ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. നമുക്ക് പറയാൻ കഴിയട്ടെ, കർത്താവേ, അങ്ങയ്ക്ക് സകലതും സാധ്യമാണ്, അങ്ങയ്ക്ക് സകലതും സാധ്യമാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ, ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഇതെങ്ങനെ കഴിയും? ഹല്ലേലൂയ, യേശുവിന്റെ മറുപടി, പ്രൈസ് ദി ലോർഡ്, യേശു പറഞ്ഞു, മനുഷ്യർക്ക് അത് അസാധ്യമാണെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതിനോട് ചേർത്ത് ഒരു ദൂത് കൂടെ പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കർത്താവ് പറഞ്ഞൊരു ദൂതാണ്, വിശ്വസിക്കുന്നവന് സകലതും സാധിക്കും. ഈ രാത്രി ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അസാധ്യം എന്ന് പറയുന്നിടത്ത് ഇന്ന് രാത്രി പുസ്തകം നിന്നോട് പറയുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന നിന്റെ ജീവിതത്തിന്റെ അകത്ത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവകരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പരിമിതികൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകാം. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ആ പരിമിതികൾ വെച്ചുകൊണ്ട് നീ മുൻപോട്ട് പോകരുത്. ഈ രാത്രി അതിനകത്തു നിന്ന് വിശ്വാസത്തിലേക്ക് ഈ രാത്രി സ്റ്റെപ്പ് വെക്കട്ടെ. എന്റെ ദൈവത്തിന് സകലതും കഴിയും. എനിക്ക് അസാധ്യമാണ്, പക്ഷേ എന്നെ വിളിച്ച് എന്റെ ദൈവത്തിന് എന്റെ ജീവിതത്തെ മാറ്റാൻ കഴിയും, എന്റെ കുടുംബത്തിന്റെ അവസ്ഥയെ മാറ്റാൻ കഴിയും, എന്റെ തകർച്ചകളെ മാറ്റാൻ കഴിയും, എന്റെ തലമുറകളെ മാറ്റാൻ കഴിയും, എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികളെ മാറ്റാൻ കഴിയും. ഹല്ലേലൂയ. വൈദ്യശാസ്ത്രം പറയുന്നു, ഇത് മാറത്തില്ല. സ്വർഗം ഇല്ല കുഞ്ഞേ, ഇത് മാറത്തില്ലെന്ന് ലോകം പറഞ്ഞാൽ ഇതിനെ മാറ്റാൻ കഴിയുന്ന ഒരുവനാണ് നീ ആശ്രയിക്കുന്ന നിന്റെ കർത്താവ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിനെ സ്തുതിക്കുകയാണ്. മെഡിക്കൽ റിപ്പോർട്ടുകളെ പൊളിക്കാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് തിളങ്ങി നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി നീ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട്, നീ കിടക്കുന്നിടത്ത് കിടന്നുകൊണ്ട് ഇന്ന് രാത്രി അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കുക. ഈ ദൂത് ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ കൈമാറാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചതാകയാൽ ഈ വചനത്തിനകത്ത് ഇന്ന് രാത്രി ഒരു ദൈവശക്തിയുടെ വ്യാപാരം ചലിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവരുടെ മേൽ ഈ രാത്രി വചനം അത് ശക്തിയോടെ വ്യാപരിക്കപ്പെടുകയാണ്. ഇന്ന് രാത്രി ഓരോ ഡിവൈസുകൾക്കകത്തും ആ ദൂതിന്റെ വിടുതൽ ഇന്ന് രാത്രി ചലിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ ഈ രാത്രി പറ, എനിക്കത് അസാധ്യമാണ്. എന്റെ തലമുറയുടെ വിഷയം എനിക്കത് കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ കടന്നു പോകുന്ന ഈ പ്രതിസന്ധി എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ അഭിഹരിക്കുന്ന ഈ വിഷയം എനിക്കത് കൈകാര്യം ചെയ്യുക പ്രയാസമാണ്. പക്ഷെ ഇന്ന് രാത്രി
എന്റെ ദൈവത്തിനത് കഴിയും, എന്റെ ദൈവത്തിനത് കഴിയും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ആ വചനം ഇന്ന് രാത്രി ക്രിയ ചെയ്യുകയാണ്. ഈ രാത്രി ഒരു പ്രവചന ദൂതായി ജനത്തിന് മേൽ ആത്മാവ് ഈ രാത്രി ആ ദൂത് കൈമാറുന്നു. ഇതിനകത്തിരിക്കുന്ന 69 ഡിവൈസുകളിലും ദൈവത്തിന്റെ ആത്മാവ് വചനത്തിന്റെ ദൂത് കൈമാറുകയാണ്. ഈ രാത്രി നിന്റെ ജീവിതത്തിൽ ആ ദൂത് ക്രിയ ചെയ്യുകയാണ്. നിന്റെ ജീവിതത്തിൽ അസാധ്യമായത് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അത് സാധ്യമാക്കുന്നു. ആത്മാവ് ഇന്ന് രാത്രി ഇവിടെ ചലിക്കും. അത്യുന്നതന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ നിഴലിടും. നിനക്ക് പ്രതികൂലമായത് ഈ രാത്രി തിരിയുകയാണ്. നിനക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ, നിനക്ക് പ്രതികൂലമായ ചുറ്റുപാടുകൾ ഇന്ന് രാത്രി ദൈവം തിരിക്കുകയാണ്. ഈ രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ആത്മാവ് കൈമാറുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുകയാണ്. ചില ഹൃദയങ്ങളെ ഇന്ന് രാത്രി ദൈവം തിരിക്കാൻ പോകുന്നു. ആത്മാവിന്റെ ഉള്ളത്തോട് ഇന്ന് രാത്രി ഇടപെടാൻ പോകുന്നു. സിസ്റ്റർ സിന്ധു ഈ രാത്രി ആ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. കാലങ്ങളായിട്ടുള്ള നിന്റെ ചില പ്രാർത്ഥനകളുടെ മറുപടി, ലാഗി ചെയ്ത് നിൽക്കുന്ന ചില വിഷയങ്ങൾക്കകത്തുള്ള മറുപടികൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവിതത്തിന് മേൽ തുറക്കാൻ വിശ്വസ്തനാണെന്ന് പരിശുദ്ധ ആത്മാവ് ഈ രാത്രി പ്രവചിക്കുകയാണ്. ഉടമന ജഗനഘടകസ്യ ആരോട് പറയാൻ കഴിയാതെ നീ ഉള്ളത്തിൽ വിതുമ്പുന്ന ചില വിഷയങ്ങൾക്കകത്ത് ആത്മാവ് നീക്കുപോക്ക് തരാ, ദൈവം മറുപടി തരാ. വിശ്വസ്തനാണെന്ന് പരിശുദ്ധാത്മാവിന്റെ രാത്രി നിന്നെ നോക്കി പ്രവചിക്കുകയാണ്. കാലങ്ങളാൽ കട്ടകൾക്കിടയിൽ കിടക്കുന്ന വിത്ത് പോലെ കേൾക്കപ്പെട്ട പല ദൈവ ശബ്ദങ്ങൾ അതിന്റെ കീർപ്പ് കാണാൻ കഴിയാതെ, അതിന്റെ അർത്ഥഗമനഗതന അതേ മറുപടി ദൃശ്യതലങ്ങളിൽ കാണാൻ കഴിയാതെ എവിടത്തെയോ നീ നിരാശപ്പെടുമ്പോൾ, നീ ഭാരപ്പെടുമ്പോൾ, ഒരുപിടി ചോദ്യങ്ങൾ നിന്റെ ഉള്ളത്തിന്റെ അകത്ത് ഉയർന്നു വരുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവത്തിന് സകലവും സാധ്യമാണെന്ന. പരിമിതികൾ പലതും നിന്റെ മുമ്പിലുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ ദൈവം പരിമിതികളുള്ളവനല്ല, പരിമിതികൾക്ക് അതീതനാണ്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അർത്ഥം നിന്റെ ജീവിതത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ തിരിക്കാൻ പോകുന്നു. നിന്റെ കുടുംബാന്തരീക്ഷത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ തിരിക്കാൻ പോകുന്നു. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞതുപോലെ ഞാൻ ചില ഉള്ളങ്ങളെ തൊടുമെന്ന് ഈ രാത്രി ആത്മാവിനോട് പ്രവചിക്കുകയാണ്. ചില ദൈവിക സന്ദർശനങ്ങൾ നിന്റെ കൂടാരത്തിന്റെ അകത്ത് വെളിപ്പെട്ടു വരും. എന്നാൽ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു ദൈവ പ്രവൃത്തിയുടെ കരം നിന്റെ ഭവനത്തിന്റെ മേൽ ദൈവാത്മാവിന് വെളിപ്പെടുത്താനുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുകയാണ്. ഈ രാത്രി ആ ദൂതിനെ ഒരു പ്രവചന ശബ്ദം പോലെ ഏറ്റെടുത്തു. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൂതിന്റെ മുമ്പിൽ ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ, മറിയയുടെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. അവൾ കർത്താവിന്റെ ദൂതനോട് പറഞ്ഞത്, ഈ ദൂത് കേട്ട ഉടനെ അവൾ പറയുകയാണ്, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഈ രാത്രി ദൈവമക്കളെ, ചോദ്യങ്ങൾ ഒരുപാട് നമ്മുടെ ഉള്ളിൽ ഉയർന്നാലും ഇന്ന് രാത്രി ദൈവശബ്ദത്തിന്റെ മുമ്പിലുള്ള നിന്റെ വിധേയത്വം, നിന്റെ മനോഭാവം, നിന്റെ സമർപ്പണം ഇന്ന് രാത്രി എങ്ങനെയാണോ അതിന്റെ വിടുതൽ അതിൽ ദൈവാത്മാവ് ദൂത് സ്വീകരിക്കുന്നവന്റെ മേൽ വെളിപ്പെടുത്തുമെന്നുള്ളതിൽ സംശയമില്ല. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ആ സ്ത്രീയുടെ സമർപ്പണത്തിന്റെ മുമ്പിൽ തിരുവെടുത്തു പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തം പോലെ അത് മറിയുടെ ജീവിതത്തിന്റെ അകത്ത് ആ ദൂതിന്റെ നിവർത്തി വെളിപ്പെട്ടു വരികയാണ്. ഒരുപാട് സാഹചര്യങ്ങളുടെ പ്രതികൂലതകൾ മറിയയ്ക്ക് മുമ്പിൽ ആ ദൂത് സ്വീകരിക്കാനുണ്ടെങ്കിലും അതൊന്നും അവൾ ഗൗനിച്ചില്ല, അതൊന്നും അവള് ഗൗരവമാക്കിയെടുത്തില്ല. പിന്നെയോ ആ ദൂതിനെ അതേ ദൂതൻ പറഞ്ഞതുപോലെ അവൾ ആത്മാവിൽ ഏറ്റെടുക്കാൻ തയ്യാറായി. അതിൽ ആ ദൂത് സ്വീകരിച്ചാൽ, അത് സംഭവിച്ചാൽ വരാൻ പോകുന്ന പരിണിത ഫലങ്ങൾ ചെറുതല്ലെന്ന് അവൾക്കറിയാം. പക്ഷെ അതൊന്നും അവളെ അന്നേരം സ്വാധീനിച്ചില്ല. പകരം ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വിധേയപ്പെടാനുള്ള ഒരു മനസ്സ് മറിയുടെ ഉള്ളത്തിൽ വെളിപ്പെട്ടു വന്നപ്പോൾ ഹല്ലേലൂയ, തിരുവെടുത്തു പറയുന്നത് ആ ദൂതിന്റെ മുമ്പിൽ അവൾ സമർപ്പിക്കുവാനിടയായി തീർന്നു. ഞാൻ പറയാം, ദൈവത്തിന്റെ പൈതലെ, ദൈവ ശബ്ദം വ്യക്തിപരമാണ്, ദൂത് വ്യക്തിപരമാണ്. ഇന്ന് രാത്രി നിന്നോടുള്ള ദൈവത്തിന്റെ ശബ്ദം എങ്ങനെയാണ് നീ സ്വീകരിക്കുന്നത്? അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ദൂതിന്റെ വിടുതൽ എന്റെ മേൽ, നിങ്ങളുടെ മേൽ പരിശുദ്ധയാത്മാവ് കൈമാറുന്നത്. എല്ലാവരും വിശ്വസിച്ചോ എന്നുള്ളത് വിഷയമല്ല, കുടുംബം വിശ്വസിച്ചോ വിഷയമല്ല. എന്നാൽ ഇന്ന് രാത്രി ദൂത് കേട്ട നീ വിശ്വസിക്കുന്നുണ്ടോ? ആ ദൂതിനെ നീ വിശ്വസിച്ചാൽ നിന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്ന
പറയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ വചനത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച്, അവൾക്ക് മുമ്പിൽ അതിന് ഒരുപാട് ആശങ്കകളുടെ സാധ്യതകൾ ഉണ്ടെങ്കിലും അതൊന്നും അവളെ അസ്വസ്ഥപ്പെടുത്താതെ അവൾ ആ ദൈവശബ്ദത്തിന് മുമ്പിൽ വിധേയപ്പെട്ടപ്പോൾ വിശുദ്ധ തിരുവെടുത്ത് എന്താ പറയുന്നത്? തിരുവെടുത്ത് പറയുന്നത്, എവിടെയാണോ അവൾക്ക് പ്രതികൂലമായി മാറാൻ സാധ്യതയുള്ളത് അവിടേക്ക് വീണ്ടും സ്വർഗം തന്റെ ദൂതനെ അയക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയാം, നീ അവരുടെ പക്ഷം ചേരുമെന്നല്ല, അവർ നിന്റെ പക്ഷം ചേരുമെന്നാണ് ദൈവത്തിന്റെ വചനം. ഈ രാത്രി ആ ദൂത് നീ വിശ്വസിക്കണം. നീ കർത്താവിന്റെ ശബ്ദത്തിനനുസരിച്ചാൽ ഇന്ന് രാത്രി ചേർന്ന് വരേണ്ടതിനെ സ്വർഗം ചേർത്ത് കൊണ്ടുവന്നു വരും. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഞാൻ ആ ദൂതൊന്ന് ആവർത്തിക്കാം. ഒറ്റയ്ക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ച ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, ഈ രാത്രി നീ കേട്ട ദൈവ ശബ്ദത്തിന് അതേ പലതും അനുകൂലമല്ല, സാഹചര്യം അനുകൂലമല്ല, കുടുംബം അനുകൂലമല്ല, തലമുറകൾ അനുകൂലമല്ല. വേണ്ട, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണെന്നാണ് ദൈവത്തിന്റെ വചനം. അനുകൂലതകളെ അല്ലെ പ്രതികൂലതകളെ ഇന്ന് രാത്രി അനുകൂലതകളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. മറിയയ്ക്ക് ജോസഫ് അനുകൂലമല്ലായിരുന്നു. കാരണം വചനം പറയുന്നത് അത് ഈ സംഭവം നടന്നപ്പോൾ തിരുവെടുത്ത് പറയുന്നത് അത് ജോസഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കേണ്ടതിന് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളെ സമൂഹത്തിന്റെ നടുവിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നിന്ദിക്കാൻ അതേ അവസരം കൊടുക്കാതെ ആ മനുഷ്യൻ ഗൂഢമായി രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ ഭാവിച്ചിരിക്കുമ്പോൾ തിരുവെടുത്ത് പറയുന്നു, ദൈവം വിശ്വസ്തനാകട്ടോ. ദൈവം വിശ്വസ്തന. ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നീ ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ട് നീ അപമാനിക്കപ്പെടാൻ, നീ നിന്ദിക്കപ്പെടാൻ സ്വർഗം ഒരു നാൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് വചനം പറയുന്നത് ഹല്ലേലൂയ, ദൂതനെ സ്വർഗം അത് ജോസഫിന്റെ അടുക്കലയെ ചെന്ന് ഇന്ന് രാത്രി നിന്റെ വിശ്വാസ വേണ്ടി, നിന്റെ സമർപ്പണത്തിന് വേണ്ടി ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ നീതി തെളിയിക്കുക. സ്വർഗത്തിന് എവിടെ ഇടപെടണമെന്ന് അറിയാൻ കേട്ടോ. ഞാൻ ഈ ദൂത് ഇന്ന് രാത്രി വിളിച്ചു പറയുമ്പോൾ ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ കരം ഈ ദൂതിലൂടെ ചലിക്കുന്നുണ്ട്. നിന്റെ വിശ്വാസത്തെ പ്രൂവ് ചെയ്യുക, നിന്റെ സമർപ്പണത്തെ പ്രൂവ് ചെയ്യുക, നിന്റെ നീതിയെ വെളിപ്പെടുത്താൻ ഇന്ന് രാത്രി ഒരു മാനുഷിക സംവിധാനമല്ല ഒരുക്കപ്പെട്ടു വരുന്നത്. ഇന്ന് രാത്രി ഒരു സ്വർഗീയ സംവിധാനം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവ് ആരോട് പറയുന്നു, നീ ഭാരപ്പെടരുത്, നീ പ്രയാസപ്പെടരുത്. എന്റെ നീതി ഹല്ലേലൂയ പ്രൈസ് എനിക്ക് തെളിയിക്കാൻ കഴിയുന്നല്ലോ, എന്റെ ഭാഗം എനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നല്ലോ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി സ്വർഗം നിനക്ക് വേണ്ടി ഇടപെടുകയാണ്. സ്വർഗം നിനക്ക് വേണ്ടി ഇടപെടുകയാണ്. ഇന്ന് രാത്രി ദൂത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ടെസ്സ തോമസ് എന്ന് പറയുന്ന ഡിവൈസിലിരിക്കുന്ന സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വസിക്കാൻ തയ്യാറാക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന ദൂത് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാണ്. പലതും പ്രതികൂലമാണ്, പല സാഹചര്യങ്ങളും പ്രതികൂലമാണ്. പക്ഷെ ഇന്ന് രാത്രി ദൈവം അനുകൂലമെങ്കിൽ ജീവിതത്തിന്റെ അകത്തെ ചില പ്രതികൂലതകളെ മാറ്റാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം ചില മേഖലകളെ തിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രിയ സിസ്റ്ററെ നോക്കി ആലോചന വിളിച്ചു പറയുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വ്യാജം പറയാൻ അവൻ മനുഷ്യനല്ല. നീ കേട്ട ചില ദൈവ ശബ്ദങ്ങളെ ഇന്ന് രാത്രി നീ വിശ്വസിച്ചെടുത്തു. ഈ ദിവസങ്ങളിൽ അതിന്റെ മേൽ ചില വിടുതലുകൾ നടക്കുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. ഉടച്ചു കളയുമെന്ന് ഇരുളിന്റെ അധികാരങ്ങൾ പദ്ധതികൾ ഇടുമ്പോൾ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഉടഞ്ഞതിനെ പണിയുന്ന ഒരു ദൈവമുണ്ട്. അർത്ഥൽക്കമാന ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൂത് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. എന്നോട് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നൊരു ദൂത് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കാൻ പറയുന്നു. അർത്ഥൽക്കമന പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ചില പ്രതിസന്ധികളെ കണ്ട് നീ തളരരുത്. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനുണ്ട്. ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുമെങ്കിൽ ചില ദൈവ പ്രവൃത്തികളുടെ അടയാളങ്ങൾ നിന്റെ കൂടാരത്തിന്റെ അകത്ത് ആത്മാവിന് വെളിപ്പെടുത്താനുണ്ടെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി അത് പ്രവചിക്കുകയാണ്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ.
ഹല്ലേലൂയ. എന്നോട് ദൂത് കൂടെ ആത്മാവ് പറയുന്നു, ഉൽപ്പത്തി പുസ്തകത്തിന് ഒരു വാക്യം, പാഴും ശൂന്യമെന്ന് വിലയിരുത്തിയതിന്റെ മേൽ ആത്മാവ് പരിവർത്തിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം, ദൈവാത്മാവ് നിങ്ങളുടെ കൂടാരത്തിന്റെ മേൽ, നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ആത്മാവ് കൈമാറും. ഈ ദിവസങ്ങളിൽ വിശ്വസിക്കട്ടെ, അർത്ഥൽഗമന ദൈവപ്രവൃത്തി നിന്നുപോയിട്ടില്ലെന്ന് തെളിയിക്കാൻ ദൈവം വിശ്വസ്തനാണെന്ന് ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മൾ അവിടെ വചനം വായിക്കുന്നത് പ്രൈസ് ദി ലോർഡ്, ദൈവികമായ ഇടപെടലാണ്. ആ ദൂതൻ അത് ജോസഫിനെ ഉറപ്പിച്ചു. വചനം പറയുന്നു, സ്വപ്നത്തിൽ ജോസഫിന് ഉള്ളപ്പാടുണ്ടായി, മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണ്ട. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവളിൽ ഉളവായ തലമുറ അത് പരിശുദ്ധാത്മാവിലാണ്. അത് ദൈവത്താൽ സംഭവിച്ചതാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ജോസഫിന് ദൈവം ആ ദൂതിന്റെ ആ സംഭവത്തിന്റെ ക്ലാരിറ്റി കൊടുത്ത് ജോസഫിനെ മറിയെ ചേർത്ത് പിടിക്കത്തക്ക നിലവാരങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജോസഫിനോട് ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ ദൂതാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ സംഭവം നമ്മൾ പരിശോധിച്ചാൽ ശ്രദ്ധിച്ച്, ഹല്ലേലൂയ, ലോകരക്ഷിതാവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ പദ്ധതി ഒരുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ആ പദ്ധതിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സാധാരണ സ്ത്രീയാണ്. മറിയ ഉന്നത കുലജാതയല്ല, വലിയ കുടുംബ പാരമ്പര്യം പറയാനില്ല, അല്ല വലിയ അത് കുടുംബ മഹിമ പറയാനായിട്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, മറിയക്കില്ല. കാരണം അവൾ ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരാളാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വിശുദ്ധ തിരുവെടുത്ത് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവിന്റെ ജനനശേഷം ഹല്ലേലൂയ, ശുദ്ധീകരണ നിയമം അനുസരിച്ച് ഹല്ലേലൂയ, ആലയത്തിന്റെ അകത്ത് അതേ ഈ തലമുറയെ കൊണ്ടുവന്ന് അതേ ശുദ്ധീകരണ നിയമം അനുസരിച്ച് യാഗമർപ്പിക്കണം. ആ യാഗത്തെ കുറിച്ചുള്ള പ്രമാണം ലേവ്യ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു മകനോ മകളോ ജനിച്ചാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആ ശുദ്ധീകരണ നിയമപ്രകാരം അവള് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അതേ ഹല്ലേലൂയ, അശുദ്ധയായിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയങ്ങൾ കഴിഞ്ഞിട്ട് അവൾ ആലയത്തിനകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആട്ടുകൊറ്റനെയോ അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഒരു കോലാട്ടുകൊറ്റനെയോ കൊണ്ടുവരണം. അതേ അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ്, ആട്ടുകൊറ്റന് വകയില്ല എങ്കിൽ അവൾ അല്ലയോ ഒരു പ്രാവിൻ കുഞ്ഞിനെയോ അതൊരു പ്രാവിനെയോ ഒരു കുറുപ്രാവിനെയോ കൊണ്ടുവരണം. വിശുദ്ധ തിരുവെടുത്ത് പറയുന്നത് യേശു കർത്താവിന്റെ ശുദ്ധീകരണ അല്ലെങ്കിൽ ഈ മറിയയുടെ ശുദ്ധീകരണ സമയത്ത് മറിയ ആലയത്തിനകത്തേക്ക് വരുമ്പോൾ അതേ തിരുവെടുത്ത് പറയുന്നത് ഒരു പ്രാവിൻ കുഞ്ഞിനെയും അതേ പ്രൈസ് ദി ലോർഡ്, അതേ ഹല്ലേലൂയ, അതേ ഒരു പ്രാവിനെയും ഒരു കുറുപ്രാവിനെയും കൊണ്ടുവന്ന് ആലയത്തിനകത്ത് ശുദ്ധീകരണ നിയമം അനുസരിച്ച് അതേ യാഗം കഴിക്കേണ്ടത് ആലയത്തിൽ വന്നു എന്ന് വിശുദ്ധ തിരുവെടുത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആട്ടുകൊറ്റനെ യാഗം കഴിക്കാനുള്ള സംവിധാനം ആ കുടുംബത്തിന്റെ അകത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ഹല്ലേലൂയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അത് ജനിച്ചത്. ലോകരക്ഷിതാവ്, സർവ്വത്തിന്റെയും ഉടയവൻ, സകലത്തിന്റെയും സിദ്ധിതാവ്. ഹല്ലേലൂയ, ഇതാ ഒരു താണഭൂമിയിലേക്ക് അതേ ഒരു സാധാരണക്കാരനെ പോലെ, ഒന്നുമില്ലാത്തവനെ പോലെ, ഒരു ദരിദ്രനായി ഇറങ്ങി വന്നെങ്കിൽ ദൈവത്തിന്റെ പൈതലെ ഞാൻ വിളിച്ചു പറയാം, ഹല്ലേലൂയ, അതെന്തിനാണ്? ഏതു മനുഷ്യനെയും അതേ പുറത്തു കൊണ്ടുവരാൻ, എത്ര താണ അവസ്ഥയിൽ കിടന്നവനെയും ഇന്ന് രാത്രി വിടുവിക്കാൻ അവൻ വിശ്വസ്തനാണ്, അവൻ മതിയായവനാണ് എന്ന് തെളിയിക്കുകയല്ലേ സ്വർഗം ചെയ്തത്. ഇന്ന് രാത്രി നീ ഏത് സാഹചര്യത്തിലുള്ളവനാണെങ്കിലും, നീ ഏത് അവസ്ഥയിൽ തകർന്നു കിടക്കുന്നവനാണെങ്കിലും, നിന്റെ താഴ്ചയിൽ നിന്നെ ഓർക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച്, ആ ദൂതന്റെ സന്ദർശനത്തിനകത്ത് ദൂതൻ മറിയയ്ക്ക് കൊടുക്കുന്ന ഒരു അടയാളമാണ് എലിശബത്തിന്റെ അതേ ജീവിതത്തിന്റെ അകത്ത് സംഭവിച്ച ദൈവപ്രവൃത്തിയെ കുറിച്ച്. വാസ്തവത്തിൽ ഇത് ഈ മറിയോട് പറയുന്ന സമയത്ത് തിരുവെടുത്ത് പറയുന്നത് എലിശബത്ത് ഈ സംഭവം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ്. പ്രൈസ് ദി ലോർഡ്. എലിശബത്ത് ഇത് ഒളിപ്പിച്ചു വെക്കാനുള്ള കാര്യം എന്താണ്? വചനം പറയുന്ന വാർദ്ധക്യത്തിൽ അത് ഒരു മകനെ ജന്മം ധരിച്ചതുകൊണ്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇത് അവൾ മറച്ചു വെച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, മറിയ പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന് നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം അവൾ ഒളിച്ചു പാർത്തു. അവൾ ആരോടും അത് പറഞ്ഞില്ല.
ആരും അറിയാനുള്ള സാഹചര്യം അവൾ ഉണ്ടാക്കിയില്ല. പക്ഷെ ഞാൻ ആ ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഹൃദയത്തിന്റെ അകത്ത് പെട്ടെന്ന് വന്നൊരു ചിന്ത ഞാൻ പറയാം. ദൈവമക്കളെ, ദൈവപ്രവൃത്തിയെ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് മറച്ചു വെക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. 5 മാസങ്ങൾ കഴിഞ്ഞപ്പോ അവൾ മറച്ചു വെച്ചത് ദൂതൻ ഇറങ്ങി പ്രസിദ്ധം ചെയ്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ദൂത് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ ഹൃദയത്തിനകത്തേക്ക് പെട്ടെന്ന് വന്നൊരു ചിന്ത ഞാൻ പറയാം. പുറപ്പാട് പുസ്തകത്തിന്റെ അകത്ത് ഈ ദൂതിനോട് താതാത്മ്യപ്പെടുന്ന ദൂത് നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകത്തിന്റെ അകത്ത് നമുക്കറിയാം, മോശയുടെ ജനന സമയത്ത്, മോശ ജനിക്കുന്ന ആ കാലഘട്ടം അനുകൂലമായ ഒരു കാലഘട്ടമല്ല. നമുക്കറിയാം, ഇസ്രായേലിയ പാളയങ്ങൾക്കകത്ത് ഒരാൺ സന്തതി ജനിക്കരുതെന്നാണ് അത് ഫറവോന്റെ നിയമം, അത് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഫറവോന്റെ കൽപ്പന അതാണ്. അതുകൊണ്ട് അനുകൂലമല്ലാത്ത സാഹചര്യത്തിന്റെ നടുവിലാണ് മോശ കുഞ്ഞ് ജനിച്ചു വീണത്. അതുകൊണ്ട് മോശയുടെ മാതാപിതാക്കൾ ഇത് ലോകം അറിയരുത്, ഇത് ചുറ്റുപാടുകൾ അറിയരുത് എന്ന് ചിന്തിച്ച് അവന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ആരുടെ? മോശയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അത് രഹസ്യമാക്കാൻ നോക്കി. പക്ഷെ തിരുവെടുത്ത് പറയുന്നത് 3 മാസം അവർ ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോ അത് പുറത്തു വന്നു. ഞാൻ പറയാം, ദൈവ പ്രവൃത്തിയെ മാനുഷികമായ ചിന്തയിൽ നമുക്ക് മറയ്ക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവം ഒരു ദൂത് പറഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്ന് രാത്രി ദൈവം വിശ്വസ്തനാണ്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രി ദൈവം നിന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ ദൂതിനകത്തൊരു സ്വർഗീയ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ രാത്രി അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ മാതാപിതാക്കൾക്ക് അവനെ മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ഇനി ശ്രദ്ധിച്ചേ, മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മറച്ചു വെക്കാൻ കഴിയാതെ ആയപ്പോൾ അത് പെട്ടകം വാങ്ങി ആ പെട്ടകത്തിനകത്ത് പശയെങ്കിലും ഒട്ടിച്ചിട്ട് ആ പെട്ടകത്തിനകത്ത് മോശ കുഞ്ഞിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചു. പക്ഷേ പെട്ടകത്തിനും അവനെ മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. തിരുവെടുത്ത് പറയുന്നത് ആ പെട്ടകം ഫറവോന്റെ പുത്രി തുറന്ന് പെട്ടകത്തിന്റെ അകത്ത് കുഞ്ഞിനെ കണ്ടു. തിരുവെടുത്ത് പറയുന്ന എന്താണ്? ആ പെട്ടകത്തിന്റെ അകത്ത് ആ കുഞ്ഞ് കരയുന്നത് അവൾ കണ്ടു. ഞാൻ ആ ദൂത് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിന്റെ അകത്തേക്ക് തന്ന ഒരു ദൂത് ഞാൻ പറയാം. അത് വാക്തത്വമുള്ളവന്റെ കരച്ചിൽ അവന്റെ പരിമിതികളെ പൊളിക്കുമെന്ന് ആത്മാവ് ഇന്നലെ രാത്രി ഈ ദൂത് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നോട് പറയുക, വാക്തത്വമുള്ളവന്റെ കരച്ചിൽ, ഇവിടെ കരയാൻ വേറെ ആരുമില്ല. അവന് വേണ്ടി കരയാൻ അവന്റെ മാതാപിതാക്കളില്ല. എല്ലാവരാലും അവൻ ഉപേക്ഷിക്കപ്പെട്ട പെട്ടകത്തിന്റെ അകത്ത് ആരുമില്ലാതെ ആ പെട്ടകത്തിന്റെ അകത്ത് മോശ കുഞ്ഞ് കിടക്കുമ്പോൾ ആ പെട്ടകത്തിന്റെ അകത്തു നിന്നൊരു നിലവിളി ഉയർന്നു. ആ നിലവിളി തിരുവെടുത്ത് പറയുന്നത് ആ വാക്തത്വമുള്ളവന്റെ പരിമിതിയുടെ പെട്ടകത്തെ പൊളിച്ചവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം ഇതിനകത്തിരിക്കുന്നവരോട് പറയുന്ന ദൂതിതാണ്. നിന്റെ ജീവിതത്തിന്റെ ഒറ്റപ്രതികൾക്കകത്ത് നിന്റെ അകത്തളങ്ങളിലെ നിന്റെ കരച്ചിൽ, നിന്റെ നിലവിളി, നിന്റെ പരിമിതികളെ പൊളിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരും. ആരൊക്കെ നിനക്ക് പരിമിതി ഒരുക്കിയാലും, ആരൊക്കെ നിന്നെ പല സാഹചര്യങ്ങളിൽ ഒതുക്കാൻ നോക്കിയാലും ഈ രാത്രി വാക്തത്വമുള്ളവൻ ഒതുങ്ങത്തില്ല. ഇന്ന് രാത്രി നിന്റെ കരയാൻ നീ തയ്യാറാണോ? നിന്റെ കരച്ചിൽ, നിന്റെ പരിമിതികളെ പൊളിച്ച് ഇന്ന് രാത്രി നിന്നെ പുറത്തു കൊണ്ടുവരാൻ നിന്നെ സഹായിക്കും. ഇന്ന് രാത്രി കരയുന്ന ആരോട്, പ്രാർത്ഥനാമുറിയിൽ നിലവിളിക്കുന്ന ആരോടൊക്കെയോ ആത്മാവിന്റെ രാത്രി പറയുന്നു, നീ എന്നും ഇതിനകത്ത് ഒതുങ്ങത്തില്ല. നിന്റെ കരച്ചിൽ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. നിന്റെ നിലവിളി നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. കരയുന്നവൻ പുറത്തു വരും, നിലവിളിക്കുന്നവൻ പുറത്തു വരും. നിനക്ക് വേണ്ടി ആരെയൊക്കെയോ സ്വർഗം ഒരുക്കിയിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് പ്രവചിക്കുകയാണ്. വാക്തത്വമുള്ളവൻ അവന്റെ പരിമിതികളെ, അവന്റെ കരച്ചിൽ അവന്റെ പരിമിതികളെ പൊളിക്കും. ഏതൊക്കെ പരിമിതികൾ അവന്റെ ചുറ്റുമുയർന്നാലും അവന്റെ നിലവിളി, അവന്റെ പ്രതിസന്ധികൾ അവനെ പുറത്തു കൊണ്ടുവരും. മനുഷ്യർ തീർക്കുന്ന പരിമിതികളുടെ പെട്ടകങ്ങളിൽ നീ ഒതുങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൂത് മനസ്സിലാക്കുന്ന പ്രിയമുള്ളവർക്കായി ഈ രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് മോശയുടെ മാതാപിതാക്കൾക്ക് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. അത് പെട്ടകത്തിനകത്ത് അവൻ ഒതുങ്ങിയില്ല. അടുത്തത് വചനം എന്താ വായിക്കുന്നത്? ഫറവോന്റെ പുത്രി അവനെ കണ്ടു, അവനെ എടുത്തു, കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. തിരുവെടുത്ത് താഴേക്ക് വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 2:11 വാക്യമുണ്ട്. ആ കാലത്ത് മോശ മുതിർന്ന ശേഷം, വളർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു. തിരുവെടുത്ത് എന്താ പറയുന്നതെന്ന് അറിയാമോ? കഴിഞ്ഞ രാത്രി ഞാൻ ഈ ദൂത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് കർത്താവ് പറയാ, മോശയുടെ വളർച്ച അവനെ ഫറവോന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ഒതുക്കിയില്ല. ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു.
എന്റെ കൂടെ നിങ്ങളുണ്ടോ? പലപോലെ കൊട്ടാരത്ത് പുറത്തു വന്ന് ഇന്ന് രാത്രി ആത്മീയ വളർച്ച നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ആത്മീയ ശിശുത്വം നിന്നെ പലയിടങ്ങളിൽ അത് ഒതുക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മീയ വളർച്ച നിന്നെ പരിമിതികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. മോശ കൊട്ടാരത്തിൽ ഒതുങ്ങിയില്ല, മോശയെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. മുതിർന്നപ്പോൾ വളർച്ച അവന് പുറത്തു കൊണ്ടുവന്നു. ഇനി ശ്രദ്ധിച്ച്, ഹല്ലേലൂയ. യിത്രോവിന്റെ ഭവനത്തിൽ മോശ എത്തി. എന്നാൽ യിത്രോവിന്റെ ഭവനത്തിൽ മോശ ഒതുങ്ങിയില്ല. മോശ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. 40 വർഷത്തെ മരുഭൂമി യാത്ര. മോശ മരുഭൂമിയിൽ ഒതുങ്ങിയില്ല. ഞാൻ ഒറ്റ ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകാം. വാഗ്ദത്തമുള്ളവൻ പ്രതിസന്ധികൾക്കകത്ത് ഒതുങ്ങത്തില്ല, പരിമിതികൾക്കകത്ത് ഒതുങ്ങത്തില്ല. ഇന്ന് രാത്രി നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം ഇതിന്റെ നടുവിൽ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഉൽപ്പത്തി പുസ്തകം 18:14 നമ്മൾ വായിക്കുന്നു, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, ദീർഘവർഷങ്ങൾ ദൈവശബ്ദം കേട്ട് യാത്ര ചെയ്ത മനുഷ്യൻ അബ്രാം. കർത്താവ് അബ്രാമിനെ വിളിക്കുമ്പോൾ തന്നെ ദൈവം അബ്രാമിനോട് പറഞ്ഞു, അബ്രാമേ, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും. അനുഗ്രഹത്തിന്റെ വാഗ്ദത്തം കേട്ട് അനുഗ്രഹത്തിന്റെ ദൂത് കേട്ടിറങ്ങി അബ്രാം. പ്രതിസന്ധികളിലൂടെ അബ്രാം യാത്ര ചെയ്തു. പലവട്ടം അബ്രാമിന്റെ ജീവിതത്തിന്റെ അകത്ത് അതിലെ അവിശ്വാസങ്ങൾ ഉയർന്ന സാഹചര്യങ്ങളുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ അബ്രഹാം അവിശ്വാസത്തിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളിലെല്ലാം അബ്രഹാമിന്റെ ജീവിതത്തിൽ സ്വർഗമിറങ്ങി വാഗ്ദത്തത്തെ ഉറപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൂതുകളുടെ ആവർത്തനങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നില്ലേ? അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ, എനിക്ക് നീ എന്ത് തന്നു എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ, അബ്രഹാമിനെ ഒരിക്കൽ പുറത്തേക്ക് ഇറക്കിയിട്ട് സ്വർഗം ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചു ദൂതുറപ്പിച്ചില്ലേ? ദൈവമക്കളെ, വാഗ്ദത്തം ചെയ്തവൻ ഇന്ന് രാത്രി ദൂതുകൾ ആവർത്തിക്കുന്ന എന്തിനാണെന്നറിയാമോ? ദൈവത്തിലെ ദൂതിന് മാറ്റയില്ല, ദൂതിന് മാറ്റയില്ല, വാഗ്ദത്തത്തിന് മാറ്റയില്ല, ആലോചനയ്ക്ക് മാറ്റയില്ല. നിന്നോടും നിന്റെ കുടുംബത്തോടും നിന്റെ തലമുറയോടും ദൈവം കൈമാറിയ ദൂതിന് മാറ്റമില്ല. വാഗ്ദത്തം അത് മാറിപ്പോകത്തില്ലെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര പേര് ഇന്ന് രാത്രി ആ ദൂത് വിശ്വസിക്കും? അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അബ്രഹാമേ, വാഗ്ദത്തത്തിന് മാറ്റമില്ല, ദൂതിന് മാറ്റമില്ല. ഹല്ലേലൂയ. വർഷങ്ങൾ കഴിഞ്ഞില്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 100ാമത്തെ വയസ്സിൽ, 99ാമത്തെ വയസ്സിൽ സർവശക്തനായ ദൈവം ഇറങ്ങി വന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഹല്ലേലൂയ, ഞാൻ സർവശക്തനായ ദൈവമായ യഹോവയാണ്. നീ വാഗ്ദത്തത്തെ അവിശ്വസിച്ചു, നീ എന്റെ ശക്തിയെ അവിശ്വസിച്ചു. 15 വർഷങ്ങൾക്ക് മുമ്പ്, 13 വർഷങ്ങൾക്ക് മുമ്പ് നീ ഞാൻ പറഞ്ഞ ദൂത് അവിശ്വസിച്ചും ഭാര്യ സാറ പറഞ്ഞ വാക്ക് നീ കേട്ടെങ്കിൽ 13 വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ നിന്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കുമ്പോഴും എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഹല്ലേലൂയ, ഞാൻ ആ വാഗ്ദത്തം നിവർത്തിക്കും, ഞാൻ ആ ദൂത് നിവർത്തിക്കും. വർഷങ്ങളുടെ പഴക്കങ്ങൾ, വർഷങ്ങളുടെ കുത്തൊഴുക്കുകൾ, ഇന്ന് രാത്രി അത് നടക്കുമോ? അത് സംഭവിക്കുമോ? ആ ദൂത് നിറവേറുമോ? എന്നെ കുറിച്ച് പറഞ്ഞത്, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞത്, ഇനി അതിന് സാധ്യതയുണ്ടോ എന്ന് ഇന്ന് രാത്രി ഭയപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവ് പറയുന്നു, കുഞ്ഞേ, ഈ രാത്രി നീ ഭയപ്പെടരുത്, ഈ രാത്രി നീ അവിശ്വസിക്കരുത്. ദൈവത്തിന്റെ ദൂതിന് മാറ്റമില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും ഇന്ന് രാത്രി ആ ദൂതിനെ നിവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന പ്രിയമുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18ാം അധ്യായത്തിന്റെ അകത്ത് മമ്രയുടെ തോപ്പിനകത്ത് ഇറങ്ങി വന്ന ദൂതന്മാർ, അബ്രഹാം ആ ദൂതന്മാരെ ശുശ്രൂഷിച്ചു. നമുക്കറിയാം, ശേഷം ദൂതന്മാർ അബ്രഹാമിന്റെ കൂടാരത്തിന് മുമ്പിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ദൂതൻ പറയുകയാണ്, അബ്രഹാമേ, ഹല്ലേലൂയ, ഞാൻ അടുത്തയാണ്ട് ഈ സമയമാകുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നിനക്കൊരു തലമുറയെ തരും, ഞാൻ സാറയെ സന്ദർശിക്കും, ഹല്ലേലൂയ, നിനക്കൊരു ആൺതലമുറ വരും. ഇത് കേട്ടപ്പോൾ സാറയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സാറ ചിരിച്ചു. അബ്രഹാമിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അബ്രഹാം പറഞ്ഞു, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇതൊക്കെ ഇപ്പൊ സംഭവിക്കുമോ? എന്താ ഇതൊക്കെ സംഭവിക്കുമെന്ന് വിശ്വസിച്ച ഒരു കാലഘട്ടമുണ്ട്. പക്ഷെ ഇപ്പൊ സാഹചര്യം അനുകൂലമല്ല, ഇപ്പൊ സാധ്യതകളില്ല. ദൂതുകൾ സാധ്യതകൾക്കനുസരിച്ച് ഹല്ലേലൂയ മാറ്റി വെക്കാനുള്ളതല്ല, മാറി മറയുന്നതല്ല. ദൂത് ദൈവത്തിന്റെ ആയതുകൊണ്ട് ഇന്ന് രാത്രി സാഹചര്യം പ്രതികൂലമാണെങ്കിലും ദൂതിനു വേണ്ടി നിന്റെ പ്രതികൂലമായ സാഹചര്യത്തെ അനുകൂലമാക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഇന്ന് രാത്രി നിന്റെ ദൈവമെന്ന് വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയാം, അതെ, അസാധ്യമെന്ന് പറയുന്ന
പ്രതികൂലമെന്ന് പറയുന്ന ആ സാഹചര്യത്തെ ഈ രാത്രി ദൈവാത്മാവ് തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു തലമുറ ജനിക്കത്തില്ലെന്ന് അത് ചിന്തിക്കുന്നിടത്ത് ഇന്ന് രാത്രി ആരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിശ്വസിക്കാൻ തയ്യാറ്. ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ ദൈവം കീറിക്കളയും. ദൈവത്തിന്റെ മഹത്വം നിന്റെ കൂടാരത്തിന്റെ അകത്ത് വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ആരൊക്കെയോ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആത്മാവ് നിന്നോട് പറയുന്നു, ഈ രാത്രി നീ അവിശ്വസിക്കരുത്, നീ വിശ്വസിക്ക. ഈ രാത്രി ചില റിപ്പോർട്ടുകളെ സ്വർഗ്ഗം ക്യാൻസൽ ചെയ്യുകയാണ്. ദൈവത്തിന് ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ഈ രാത്രി ദൂത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിനെ ദൈവം ഉറപ്പിക്കുകയാണ്, സാറയെ ദൈവം ഉറപ്പിക്കുകയാണ്. അടുത്ത ആണ്ടിൽ ഈ സമയമാകുമ്പോൾ ഹല്ലേലൂയ നിന്റെ കൂടാരത്തിന്റെ അകത്ത് ദൈവത്തിന്റെ വാഗ്ദത്തം പുറത്തു വരും. ഇന്ന് രാത്രി വചനം പറയുന്നത് അത് അബ്രഹാം വിശ്വസിച്ചു. സ്വർഗം അത് നീതിയായി കണക്കിട്ടെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി ആ കുറിവാക്യത്തിലേക്ക് വരാം. ദൈവത്തിന്റെ പൈതലെ, ലോക ചരിത്രത്തിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അത് സംഭവിക്കാത്തത് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു ഭക്തന്റെ ജീവിതത്തിൽ സംഭവിച്ചെന്ന്. ഇന്ന് രാത്രി അത് നമ്മുടെ ജീവിതത്തിലും കർത്താവിന് ചെയ്യാനുണ്ട്. ഈ ദൂത് ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ആരോടൊക്കെയുള്ള ദൈവിക അരുളപ്പാടാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആരെയൊക്കെയോ തൊടുന്നുണ്ട്. നമ്മുടെ കണ്ണുകളെ ഇന്ന് രാത്രി ഒന്ന് അടച്ചേ, കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അതൊരു പ്രവചന ദൂതാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളോ ഇതിന്റെ മറ്റുള്ള പ്രമേയങ്ങളിലേക്ക് ഒന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ആത്മാവിനോട് പറഞ്ഞത് ഈ ദൂതിന്റെ വിടുതൽ ഇന്ന് രാത്രി ഈ കൂടാരങ്ങളിൽ ചലിക്കും. ആരുടെയൊക്കെയോ ജീവിതത്തിനകത്ത് ആ ദൂതിന്റെ വിടുതൽ ചലിക്കുകയാണ്. കണ്ണുകളെ അടച്ചിട്ട് ഇന്ന് രാത്രി ആ വചനത്തെ ആത്മാവിലൊന്ന് ഏറ്റെടുത്തേ, ഹൃദയത്തിലൊന്ന് ഏറ്റെടുത്തേ. വ്യക്തിപരമായി ഇന്ന് രാത്രി ചിലരെ ദൈവം തൊടുകയാണല്ലോ. ശാധാരമാന ജൽഖനാദി അടമനഹന്തരക ജൽഖബാല വൈശസ്കമനഗജനഗടക സധുനക ജൽഖബാലഗജന ദുർബലമെന്ന് പറഞ്ഞിരിക്കുന്ന ചിലതിന്റെ മേൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും. ഉടമനക ജൽഖമന ചിലതിനു വേണ്ടി ദൈവാത്മാവ് നിന്നെ ഒരുക്കുന്ന രാത്രിയാണിത്. ഹല്ലേലൂയ. അസാധ്യമെന്ന് പറയുന്ന ചില വിഷയത്തിന്റെ അകത്ത് ഇന്ന് രാത്രി ദൈവം നിന്നെ ശക്തീകരിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. എവിടെ നീ തളർന്നു വീഴുമെന്ന് വിധി എഴുതിയോ, എവിടെ നീ പരാജയപ്പെടുമെന്ന് ശത്രു വിധി എഴുതിയോ, അവിടെ തന്നെ നിന്റെ ബലത്തോടെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവകരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഉഷാ പൗലോസ് എന്ന് പറയുന്ന ദിവസത്തിലിരിക്കുന്ന ആന്റിയോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, കേൾക്കപ്പെട്ട പല പ്രവചന ശബ്ദങ്ങൾക്കും നിവർത്തി വരാത്ത കാലതാമസങ്ങൾ അത് അർത്ഥനകതൽക്കമാന. എന്നാൽ ദൈവാത്മാവ് പറയുന്നു കാലതാമസങ്ങൾ തളർത്തണ്ട കേട്ടു. കേട്ട ചില ദൂതുകളുടെ നിവർത്തികളിലേക്ക് ആത്മാവ് കൊണ്ടുവരുന്ന സമയങ്ങൾ മുൻപിൽ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. അർത്ഥനാരകതനകത അനേകരെ ഉറപ്പിക്കാൻ, അനേകരെ ശക്തിപ്പെടുത്താൻ ദൈവത്തിന്റെ ആത്മാവ് അഭിഷേകം ചെയ്തെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്തെ ചില വിടുതലില്ലായ്മകൾക്കകത്ത് ദൈവാത്മാവ് പറയുന്നു ഈ ദിവസങ്ങളിൽ ഉയരുന്ന ചില ചോദ്യങ്ങളുടെ മറുപടികൾ പരിശുദ്ധാത്മാവ് കൈമാറുന്ന സമയങ്ങളാണ് മുൻപിലുള്ളത്. വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ആത്മാവ് ഇന്ന് രാത്രി കർത്താവിന്റെ ദാസിയോട് ആലോചന കൈമാറാൻ പറയുകയാണ്. ഉടമനകതൽക്കമന ചില പരിമിതികളെ ഞാൻ പൊളിച്ചു കളയും. ചില മാനുഷികമായ അർത്ഥൽക്കമാന ചോദ്യങ്ങളെ അർത്ഥൽക്കമനെ ഞാൻ ക്യാൻസൽ ചെയ്യും. ചില ചോദ്യങ്ങളുടെ മുന ഞാൻ ഒടിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെന്ന് പരിശുദ്ധാത്മാവ് പ്രിയ ദൈവദാസിയോട് ആലോചന കൈമാറാൻ പറയുകയാണ്. ആത്മീയ ശുശ്രൂഷയ്ക്കകത്തും ഭൗതിക മേഖലകൾക്കകത്തുമൊക്കെ ദൈവത്തിന്റെ വലിയ അർത്ഥൽക്കമാന മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന സമയങ്ങളാണ് മുൻപിലുള്ളതെന്ന് വിശ്വസിച്ച് ഈ ദിവസങ്ങളിൽ ചില ദൈവ ശബ്ദങ്ങൾക്ക് വേണ്ടി ജാഗരിച്ചോ. കർത്താവ് ദൃശ്യതലത്തിൽ ചില അടയാളങ്ങൾ തുറന്നു തരുമെന്ന് ആത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറാൻ പറയുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് പ്രത്യേകമായ ചില മറുപടികളെ ദൈവത്തിന്റെ ആത്മാവ് കൈമാറുമെന്ന് ആത്മാവ് ആലോചന കൈമാറാൻ പറയുകയാണ്. നവംബർ മാസത്തോടെ കർത്താവിന്റെ ആത്മാവ് ചില വിഷയങ്ങൾക്ക് നീക്കുപോക്ക് നൽകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറാൻ പറയുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ദിവസങ്ങളിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഈ ആണ്ട് തീരുന്നതിന് മുമ്പേ ദൈവം തലയെ ഉയർത്തും. അർത്ഥൽക്കമന കാനാവിലെ വീടിനകത്ത് ദൈവം
ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടതുപോലെ ഒരു ദൈവ മഹത്വത്തിന്റെ കൈമാറ്റം തന്റെ ജനത്തിന്റെ മേൽ കർത്താവിന് വെളിപ്പെടുത്താനുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. നവംബർ ആത്മാവ് അർത്ഥകമനത്തിലെ പ്രവൃത്തികളെ വെളിപ്പെടുത്തിയാതിരിക്കുമെന്ന് പരിശുദ്ധയാത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. ഷുഡാലമാന അധരമാനകൽക്കമാന അർദ്ധന പ്രവസ്യ വൈഷമനകൽക്കമാന ദുരബല രൂപേനോട് ദൈവാത്മാവ് പറയുന്നു, ലാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് നീ വിശ്വസിച്ചോ, കർത്താവിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടു വരും. തന്റെ പ്രവാചകന്മാരിലൂടെ ദൈവം കൈമാറിയ ചില ദൂതുകളുടെ നിവർത്തികൾ മകനെ ദൈവത്തിന് നിന്റെ മേൽ തുറക്കാനുണ്ട്. നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. എന്നോട് കർത്താവ് പറയുന്നു, അർത്ഥകമന ദൈവ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വെപ്പൺ പോലെ, ഒരു ആയുധം പോലെ ആത്മാവിന് നിന്നെ പുറത്തു കൊണ്ടുവരാനുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നീ കടന്നുപോയ ചില സംഘർഷങ്ങൾ അത് നിന്റെ തകർച്ചയ്ക്കല്ല, ദൈവത്തിന് നിന്നെ മൂർച്ച കൂട്ടേണ്ടതിന് വേണ്ടിയാണ്. അനേകരെ ബലപ്പെടുത്താൻ നിന്നെ പോലെയുള്ള ചില യൗവനക്കാരെ കർത്താവിന്റെ നാമത്തിനു വേണ്ടി അത് പുറത്തു കൊണ്ടുവരാൻ ഒരു പ്രത്യേക വിളിയും തിരഞ്ഞെടുപ്പും മകനെ നിന്റെ മേലുണ്ട്. ദൈവാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ അർത്ഥകമന ജെറമ്യാ പ്രവചനം 18-ാം അധ്യായം ദൂതാത്മാവ് പറയുന്നു, കുശവന്റെ കരത്തിലിരുന്ന മണ്ണ് കുശവന്റെ കരങ്ങളിൽ വിധേയപ്പെട്ടതുപോലെ നീ വിധേയപ്പെടുന്നുവെങ്കിൽ മകനെ നിനക്ക് സ്വയം കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയത് ദൈവാത്മാവ് കൈകാര്യം ചെയ്യും. കേട്ടോ, ആത്മാവ് പറയുന്നു, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് പണിയപ്പെടാൻ പറ്റിയില്ലെന്ന നിന്റെ ഭാരം. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ഇല്ല കുഞ്ഞെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലൊരു പണി നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ചെയ്യാനുണ്ട്. കർത്താവിന്റെ കരം നിന്റെ ജീവിതത്തിന്റെ അകത്ത് അർത്ഥകമനഗതന അതെ തന്റെ ചില പ്രവർത്തികൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നീ ഒരു പ്രോസസിംഗ് പീരീഡിലാണ്. ഈ ദിവസങ്ങളിൽ നീ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തിക്കാൻ ദൈവാത്മാവിന് നിന്നെ പുറത്തു കൊണ്ടുവരാനുണ്ടെന്ന് പരിശുദ്ധയാത്മാവ് ഇന്ന് രാത്രി നിന്നോട് ആലോചന കൈമാറുകയാണ്. ഉടവനാ ജഗന അർദ്ധന പ്രവസ്യാതനായ നിന്നിലൂടെ ദൈവത്തിന് നിന്റെ കൂടാരത്തിന്റെ അകത്ത് വലിയ ചില അഴിച്ചുപണികൾ വെളിപ്പെടുത്താനുണ്ട്. നീ ദിവസങ്ങളിൽ ഏൽപ്പിക്കാൻ തയ്യാറായാൽ ഒരു മോശയെ ദൈവം ദൈവ പദ്ധതിക്ക് വേണ്ടി പുറത്തു കൊണ്ടുവന്നതുപോലെ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ഒരു വലിയ കൂട്ടത്തെ പുറത്തു കൊണ്ടുവരാൻ എനിക്ക് നിന്നിലൂടെ പദ്ധതിയുണ്ട്. പൗരോഹിത്യത്തിന്റെ അർത്ഥകമന കെട്ടുപാടുകളെ പൊട്ടിച്ച് ദൈവാത്മാവ് പറയുന്നു, ചില പുരോഹിതന്മാർ കൂടെ വിശ്വാസത്തിന് അധീനരായി തീർന്നു എന്ന വചനം പോലെ ദൈവാത്മാവ് പറയുന്നു, നിന്നിലൂടെ അർത്ഥകമന ചിലരുടെ അതേ ചിന്തകളെ അത് തിരിക്കാൻ അർത്ഥകമാന ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ നീ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, ദൈവത്തിന് വലിയ പ്രവൃത്തികൾ വെളിപ്പെടുത്താനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. എല്ലാ കണ്ണുകളും കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി അടഞ്ഞാട്ടെ. യേശുപ്പായുടെ കരങ്ങളിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. എല്ലാ വായികളും തുറന്ന് ഇന്ന് രാത്രി പറ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഈ രാത്രി അസാധ്യമെന്ന് നമ്മുടെ മുമ്പിൽ ശത്രു ഉയർത്തുന്ന ചില കാര്യങ്ങൾ, അതിന്റെ നടുവിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ദൈവത്തിനത് കഴിയും, ദൈവത്തിനത് സാധിക്കും. ഹല്ലേലൂയ. മരിച്ച അത് 4 ദിവസമായി നാറ്റം വെച്ച ശരീരത്തിന്റെ മുമ്പിൽ മാർത്ത പറഞ്ഞു, ഇത് അസാധ്യമാണ്. മരിച്ചുപോയി, നാറ്റം വെച്ചു, 4 ദിവസമായി. യേശുവിന്റെ മറുപടി എന്താണ്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ രാത്രി ദൈവത്തിന്റെ പൈതലെ ഒരു മഹത്വം ദൈവത്തിന് വെളിപ്പെടുത്താനുണ്ട്. ഇന്ന് രാത്രി അതിനെ സ്വീകരിക്കാൻ, അതിനെ വിശ്വസിക്കാൻ പരിശുദ്ധയാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന് വലിയ പദ്ധതിയുള്ളവർ ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നീ കേട്ട ദൈവ ശബ്ദങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ അർത്ഥകമന നിന്റെ മുമ്പിൽ ഒരുപക്ഷെ കാണാം. റോഹൻ തോമസ് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കകത്തും ഒരു ദൈവത്തിന്റെ പ്രസാദമുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, മനുഷ്യനല്ല പ്രതിഫലം തരുന്നത്, പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. നീ കടന്നു പോകുന്ന ചില സംഘർഷങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം കൈകാര്യം ചെയ്യും. മനുഷ്യരോട് പറയാൻ, മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ നിന്റെ ഹൃദയത്തിനകത്തൊരു തേങ്ങല് പോലെ ഈ ദിവസങ്ങളിൽ നീ കൊണ്ടു നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, മകനെ, നിന്നെ വിളിച്ച ദൈവത്തിന് നിന്നെ കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. ഉടമനാജഗതന പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് അതേ യാക്കോബിന്റെ ജീവിതത്തിന്റെ അകത്ത് അതേ യാബൂസ്
ഹാബുക്കിന്റെ കടവിന്റെ വലിയ തിരിവ് നടന്നതുപോലെ നിന്റെ ജീവിതത്തിന്റെ അകത്തൊരു വലിയ തിരിവ് നടക്കും. നീ പ്രാർത്ഥനാമുറിയിൽ ഈ ദിവസങ്ങളിൽ മുഴങ്കാൽ മടക്കിക്കോ. ചിലരെ ദൈവം നിനക്ക് അനുകൂലമായി തിരിക്കാൻ പോവുകയാണ്. ഉടവനകജൽക്കവന നിനക്ക് അവകാശപ്പെട്ടതിന്റെ മേൽ ഇന്ന് രാത്രി അർത്ഥൽക്കമായ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന അതേ ചില പ്രതിബന്ധങ്ങളെ ദൈവം പൊളിക്കും. എന്നോട് ദൂത് കർത്താവ് പറയുന്ന ഇതാണ്: നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചങ്കുരിക്കുകയില്ലെന്ന്. നാളുകളായി നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടു വരേണ്ടത് ചിലത് ഇന്ന് രാത്രി ശത്രു അതിനെ അവകാശം പറഞ്ഞു നിൽക്കുമ്പോൾ ദൈവം അതിനെ പൊളിക്കും കേട്ടോ. കർത്താവിന്റെ ആത്മാവ് പറയുന്നു, അടുത്തൊരു പടിയിലേക്ക് ആത്മാവ് നിന്നെ കയറ്റും. അർത്ഥൽക്കമന അതിന്റെ ചില വിടുതലുകൾ ഭൗമിക തലങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തും. ഒരു പ്രൊമോഷൻ പോലെ അർത്ഥൽക്കമാനഗതനകശസി നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കൈമാറിയ ചില ദൂതുകളുടെ നിവർത്തി ആത്മാവ് വെളിപ്പെടുത്തും. അതിന്റെ കുടുംബത്തിന്റെ അകത്ത് അർത്ഥൽക്കമനഗതനകശസ്കമാനഗതൽക്കമന വീടടക്കം ആനന്ദിച്ചു എന്ന് വചനത്തിൽ കാണുന്നത് പോലെ നിന്റെ കൂടാരത്തിന്റെ അകത്തൊരു വലിയ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ ആത്മാവ് കൊണ്ടുവരുന്ന സമയങ്ങളാണ് മുമ്പിലുള്ളത്. ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ പ്രവൃത്തി അത് വിദൂരമല്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂത് കൈമാറാൻ പറയുകയാണ്. നീ പാർക്കുന്ന ദേശവുമായി ബന്ധപ്പെട്ട് ദൈവരാജ്യത്തിന്റെ മഹത്വമുള്ള അർത്ഥൽക്കമാനഗതന അതേ കൊടി, സുവിശേഷത്തിന്റെ കൊടി ദൈവത്തിന് ഉയർത്താനുണ്ട്. നിന്നെ ഒരു അടയാളം പോലെ മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ലെന്നതുപോലെ തണ്ടിന്മേൽ കത്തിച്ചു വെച്ച് വിളക്കുന്നത് പോലെ ഒരു മാന്യതയായി ആത്മാവ് ദേശത്തിന് നടുവിനെ അടയാളമായി കർത്താവിൽ എഴുന്നേൽപ്പിച്ച് നിർത്താനുണ്ട്. കഴിഞ്ഞ കാലങ്ങൾ നീ ഒറ്റപ്പെട്ടു പോയിടത്ത്, നീ മാറ്റി നിർത്തപ്പെട്ടെടുത്ത്, നീ നിന്ദിക്കപ്പെട്ടെടുത്ത് ദൈവാത്മാവിന്റെ നീതി പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാണെന്ന് കർത്താവിന്റെ ആത്മാവിനോട് ദൂത് കൈമാറാൻ പറയുകയാണ്. ഉടച്ചു കളയാൻ ശത്രു പലവരി പദ്ധതിയിട്ടെങ്കിലും ഉന്നം വച്ചു നിന്ന വൈരിയുടെ ബലത്തെ കെടുത്തി കളഞ്ഞ ദൈവം ഞാനെന്ന് പരിശുദ്ധാത്മാവിനോട് ദൂത് കൈമാറാൻ പറയുന്നു. മകനെ, ദൈവിക തിരഞ്ഞെടുപ്പുള്ളവനെ ഒതുങ്ങിപ്പോവാൻ ദൈവം സമ്മതിക്കത്തില്ല. ആ ദൂത് നിന്നോടാണ് കേട്ടോ. മോശ ഒതുങ്ങിപ്പോയില്ല. ഒതുക്കാൻ പലരും നോക്കി, പക്ഷെ മോശ ഒതുങ്ങിപ്പോയില്ല. നിന്റെ മേൽ കിടക്കുന്നത് ഉന്നതമായൊരു വിളിയാണ്. നീ ഒതുങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ആത്മീയ ഗോളത്തിന്റെ അകത്തെ പലതും കണ്ട് നീ പകച്ചവനാണ്. അർത്ഥൽക്കമാന നീ മടുത്തവനാണ്. എന്നാൽ നീ മടുത്തു പോകരുത്. നിന്നെ വിളിച്ച ദൈവം അർത്ഥൽക്കമന ചിലർക്ക് മറുപടിയാക്കി പരിശുദ്ധാത്മാവിന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ ചില സെലക്ഷനുകൾ നിന്റെ മേൽ വീഴും. അത് സ്വർഗീയമായ ചില ഇടപെടലുകളാണ്. ഈ ദിവസങ്ങളിൽ നീ കർത്താവിന്റെ സന്നിധി താണിരുന്നു. തക്ക സമയത്ത് ഞാൻ ഉയർത്തേണ്ടതിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിപ്പി എന്ന വചനം പരിശുദ്ധാത്മാവ് നിന്നെ ഓർപ്പിക്കാൻ പറയുകയാണ്. നീ മുഖാന്തരം അനേകർ അർത്ഥൽക്കമാനഗതനകശസ്കമന അതേ നന്മ പ്രാപിക്കത്തക്ക നിലയിൽ, അനുഗ്രഹം പ്രാപിക്കത്തക്ക നിലയിൽ നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കി നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. അഡാരാമന ശംധരഗതൽക്കമാനഗതനകശസ്കമന എവിടൊക്കെയോ നിന്ദിക്കപ്പെട്ട, എവിടൊക്കെയോ സ്വന്തം ജനത്താൽ തള്ളപ്പെട്ടു പോയ മേഖലയ്ക്കകത്ത് ദൈവാത്മാവ് നിന്നെ ചോർത്ത് പിടിച്ചെങ്കിൽ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായതുപോലെ ദൈവം നിന്നെ മാനിക്കാൻ വിശ്വസ്തനാണെന്ന് ആത്മാവ് ഇടപെടുന്നല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ആത്മാവ് ഇടപെടുന്നു. നമ്മുടെ കണ്ണുകൾ ഇന്ന് രാത്രി ഒന്ന് അടച്ചേ. കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. പരിശുദ്ധാത്മാവിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ക്ഷണിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആത്മാവ് പറയുന്നു, ലാഗ് ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ട് ആളുകൾ എന്റെ ജനം അവിശ്വസിക്കരുത്. വാക്തത്വങ്ങളെ വിശ്വസിക്കട്ടെ, ദൂതുകളെ വിശ്വസിക്കട്ടെ, ദൈവശബ്ദങ്ങളെ വിശ്വസിക്കട്ടെ. ദൈവത്തിന് സാധ്യമായത് ഒന്നുമില്ല. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഡിവൈസിൽ ഇന്ന് രാത്രി ജോയിൻ ചെയ്തിരിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഏകദേശം 71 പേരോളം ഈ ഡിവൈസിനകത്ത് ഇന്ന് ജോയിൻ ചെയ്തല്ലോ കർത്താവ്. ഓരോ കുടുംബങ്ങളുടെ മേലും ആ ദൂതിന്റെ വിടുതൽ യേശുവിൻ നാമത്തിൽ വ്യാപരിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് ലിൻഡ ആന്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തോമസുകളുടെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് രാത്രി അസാധാരണമായ ദൈവം വ്യാപരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദാസിയുടെ ഹെൽത്തിന്റെ മേൽ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടിപ്പിണരാലുള്ള സൗഖ്യം അങ്ങയുടെ ദാസിയുടെ ശിരസ് മുതൽ പാദം വരെ വ്യാപരിക്കട്ടെ. കർത്താവെ, ദൈവശക്തി ഇറങ്ങിച്ചെല്ലട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നു. വൈദ്യശാസ്ത്രത്തിന്റെ നിഗമനങ്ങളല്ല കർത്താവെ, ദൈവത്തിന്റെ വാക്തത്വങ്ങളാണ് അങ്ങയുടെ ദാസിയെ നിർത്തിയിരിക്കുന്നത്. അത്ഭുത വിടുതൽ
വിടുതലിന് സ്തോത്രം. രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം പറഞ്ഞ ഒരുപാട് ദൈവശബ്ദങ്ങൾ അങ്ങയുടെ ദാസിയോടും കുടുംബത്തോടുമുള്ള ബന്ധത്തിലുണ്ട്. തോമസുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദൂതുകളെല്ലാം അങ്ങയുടെ ദാസന്റെ ജീവിതത്തിൽ, ദാസിയുടെ ജീവിതത്തിൽ നിവർത്തിയാകണം. ഈ കുടുംബം ദൈവരാജ്യത്തിന് അനുഗ്രഹമാകുക. ഒരു ബാധയും ഈ കൂടാരത്തെ തുടരുത്. രക്തം കൊണ്ട് ഈ കുടുംബത്തെ സ്വർഗം തന്ന അധികാരത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവിക പ്രൊട്ടക്ഷൻ വെളിപ്പെട്ടു വരട്ടെ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എന്നാൽ അവ നിന്നോട് അടുത്തു വരികയില്ല എന്ന വചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു രോഗമോ കേടുകളോ കെടുതികളോ പകർച്ചവ്യാധികളോ പൈശാചിക സ്വാധീനങ്ങളോ ദേശത്തിന്റെ അധികാരങ്ങളോ ശക്തികളോ അങ്ങയുടെ ജനത്തെ തുടരുത്, എത്തി നോക്കരുത്. തിരുരക്തം കൊണ്ട് ഈ കുടുംബത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും മുദ്രയിടുന്നു, തലമുറകളെ മുദ്രയിടുന്നു, അവകാശങ്ങളെ മുദ്രയിടുന്നു, വാഗ്ദത്തങ്ങളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ഓരോരുത്തരും ആ വിടുതലുകളിലേക്ക് പ്രവേശിക്കേണ്ട കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരിക്കൽ കൂടെ ആ വചനം ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു. ഞങ്ങളുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവ സകലതും സത്യമാക്കുന്നവരാകയാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവവചനത്തിന്റെ സാധ്യതകളെ തുറക്കുന്നതിനായി സ്തോത്രം. ബ്ലസ് ചെയ്യുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നു, കൃപ പകരും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പരിശുദ്ധ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. പാസ്റ്റർ